ഹലോ എവരി വൺ, വെൽക്കം ടു വിൻസ്പയർ. നമ്മൾ ഇന്ന് ലിംഗ്വിസ്റ്റിക്സ് എന്ന ടോപ്പിക്കിൽ നിന്നുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. HSST കേരള PSC നടത്തുന്ന HSST ഇംഗ്ലീഷിൽ എടുത്തു പറഞ്ഞിട്ടുള്ള ചില ടോപ്പിക്സ് ഉണ്ട്. അത് നമ്മൾ കംപ്ലീറ്റ് കവർ ചെയ്യുന്നു. ഈ സെയിം ടോപ്പിക് തന്നെ നമുക്ക് നെറ്റ് എക്സാമിനും സെറ്റിനും ഒക്കെ യൂസ്ഫുൾ ആകുന്നതാണ് കേട്ടോ. സോ നമുക്ക് ടോപ്പിക്കിലേക്ക് വരാം. സ്ട്രക്ചർ ഓഫ് ഇംഗ്ലീഷ് ലാംഗ്വേജ് ആൻഡ് ലിംഗ്വിസ്റ്റിക്സ്. ഒന്നാമത്തെ ചോദ്യം ഓൾഡ് ഇംഗ്ലീഷിൽ നിന്നുള്ളതാണ്. Old English poetry frequently used kennings. What is a kenning? Kenning എന്ന് പറയുന്ന ഒരു പോയറ്റിക് ഡിവൈസ് പണ്ട് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പോഴത്തെ കവിതകളിലൊന്നും അങ്ങനെ ഉണ്ടാവാറില്ല. പണ്ട് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്താണ് കെന്നിങ് എന്ന് ചോദിച്ചാൽ എ മെറ്റഫറിക്കൽ കോമ്പൗണ്ട് ഫ്രൈസ് കേട്ടോ. എ മെറ്റഫറിക്കൽ കോമ്പൗണ്ട് ഫ്രൈസ്. നമ്മൾ ഇന്ന് മെറ്റഫേഴ്സ് ആയിട്ട് യൂസ് ചെയ്യുന്നത് സിംഗിൾ വേർഡ്സ് ആണ് എങ്കിൽ പണ്ട് കാലങ്ങളിൽ കോമ്പൗണ്ട് ഫ്രൈസസ് ഇവിടെ കണ്ടോ. കടലിന് പകരമായിട്ട് വെയിൽ റോഡ്, കടലിലൂടെയാണല്ലോ വെയിൽസ് തിമിംഗലം ഒക്കെ യാത്ര ചെയ്യുന്നത്. അപ്പൊ കടലിന് പകരം പണ്ട് യൂസ് ചെയ്തിട്ടുള്ള ഒരു ഫ്രൈസ് ആണ് വെയിൽ റോഡ് എന്ന് പറയുന്ന ഒരു ഫ്രൈസ് ആണ്. ഇതുപോലെ ബിവോൾഫിലൊക്കെ നമുക്ക് സ്ഥിരം കെന്നിങ്സ് കാണാൻ പറ്റും. സോ ഓപ്ഷൻ ബി ആണ് ആൻസർ. ക്ലിയർ? ദെൻ അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് ഡയലക്ട് ഓഫ് മിഡിൽ ഇംഗ്ലീഷ് ബിക്കെയിം ദ സ്റ്റാൻഡേർഡ് ഓഫ് മോഡേൺ ലിറ്റററി ഇംഗ്ലീഷ്? മിഡിൽ ഇംഗ്ലീഷിലെ ഒരു വകഭേദമാണ് പിൽക്കാലത്ത് സ്റ്റാൻഡേർഡ് ഇംഗ്ലീഷ് ആയിട്ട് മാറിയിട്ടുള്ളത്. ലാർജ്ലി ഡ്യൂ ടു ഇറ്റ്സ് യൂസ് ഇൻ ഗവൺമെന്റ് ആൻഡ് കൊമേഴ്സ് ഇൻ ദ ക്യാപിറ്റൽ. പ്രത്യേകിച്ച് ലണ്ടനിൽ ഗവൺമെന്റിലും കൊമേഴ്സിലും ഒക്കെ യൂസ് ചെയ്തിട്ടുള്ളത് ഈ ഒരു ഡയലക്റ്റ് ആണ്. ജെഫ്രി ചൗസർ ഒക്കെ ഈ ഒരു ഡയലക്റ്റിലാണ് എഴുതിയിട്ടുള്ളത്. ആ ഡയലക്റ്റ് ഈസ്റ്റ് മിഡ്ലാൻഡ് കേട്ടോ. ഈസ്റ്റ് മിഡ്ലാൻഡ് ആണ് ഇന്ന് നമ്മൾ കാണുന്ന മോഡേൺ ഇംഗ്ലീഷ് എന്ന രൂപത്തിലേക്ക് മാറിയിട്ടുള്ളത്. ഓക്കെ. Then what term describes the global varieties of English that have developed around the world? ഈ ലോകത്തിൽ മുഴുവനും വികസിക്കപ്പെട്ട ഇംഗ്ലീഷിന്റെ പല വെറൈറ്റീസ് ഉണ്ട്. ഇപ്പൊ ഇന്ത്യയിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഇംഗ്ലീഷ് പോലെ ആയിരിക്കില്ല അമേരിക്കൻ ഇംഗ്ലീഷ് പോലെ ആയിരിക്കില്ല ഓസ്ട്രേലിയൻ ഇംഗ്ലീഷ്. ഇതെല്ലാം ചേർത്ത് നമ്മൾ പറയുന്ന പേര് വേൾഡ് ഇംഗ്ലീഷസ് എന്നാണ് കേട്ടോ. വേൾഡ് ഇംഗ്ലീഷസ്. അപ്പൊ ഇന്ത്യൻ ഇംഗ്ലീഷ് ഉണ്ട്, നൈജീരിയൻ ഇംഗ്ലീഷ് ഉണ്ട്, ഓസ്ട്രേലിയൻ ഇംഗ്ലീഷ് ഉണ്ട്, കനേഡിയൻ ഇംഗ്ലീഷ് ഉണ്ട്. അങ്ങനെ പലതരത്തിലുള്ള ഇംഗ്ലീഷ് ഉണ്ട്. ഓക്കെ. ദെൻ വാട്ട് ഡസ് ദ ഫോണറ്റിക് സിമ്പിൾ ഡ റെപ്രസെന്റ് ഇൻ ഇംഗ്ലീഷ്? ഡ എന്ന് പറയുന്നത് താഴെ തന്നിരിക്കുന്നതിൽ ഏത് ഉച്ചാരണത്തിൽ വരുന്നു എന്ന് ചോദിച്ചാൽ വോയിസ്ഡ് ആൽവിയോലർ പ്ലോസീവ് ആണ് കേട്ടോ. വോയിസ്ഡ് ആൽവിയോലർ പ്ലോസീവ് ആണ്. ഓക്കെ അല്ലേ? ദെൻ അഞ്ചാമത്തെ ചോദ്യം, which intonation counter is most typically used for standard yes or no question in English? ഇംഗ്ലീഷിൽ yes or no question ഉണ്ടല്ലോ. ഇൻട്രോഗേറ്റീവ് ക്വസ്റ്റ്യൻസ്, ഇൻട്രോഗേറ്റീവ് സെന്റൻസ് WH ക്വസ്റ്റ്യൻ വേർഡ് ഉണ്ട്, yes or no ക്വസ്റ്റ്യൻ വേർഡ് ഉണ്ട്. yes or no ക്വസ്റ്റ്യൻ വേർഡ് വരുന്നത് ഏത് കാറ്റഗറിയിലാണ് എന്ന് ചോദിച്ചാൽ റൈസിംഗ് ടോൺ അല്ല, ഏറ്റവും അവസാനം സൗണ്ട് റൈസ് ചെയ്യും, അതാണ് റൈസിംഗ് ടോൺ. WH ആണെങ്കിൽ ഫാളിംഗ് ടോൺ ആണ് അല്ലെ. WH ക്വസ്റ്റ്യൻസ് അതുപോലെ സ്റ്റേറ്റ്മെന്റ് ഒക്കെ വരുന്നത് ഫാളിംഗ് ടോണിലാണ്. ഓക്കെ, ക്ലിയർ? സോ റൈസിംഗ് ടോൺ ഇൻ ഇംഗ്ലീഷ് yes or no questions, those that can be answered with a simple yes or no, most typically use a rising intonation contour at the end of the sentence. സെന്റൻസിന്റെ അവസാനത്തിൽ നമ്മളൊരു റൈസിംഗ് ഇൻറ്റോണേഷൻ ആണ് yes or no ക്വസ്റ്റ്യൻസിൽ യൂസ് ചെയ്യാറുള്ളത്. അപ്പൊ അത് കൃത്യമായിട്ടും ഓർത്തിരിക്കുക, പല എക്സാമുകൾക്കും ചോദിച്ചിട്ടുള്ളതാണ് കേട്ടോ. ഇനി ഫോൾ റൈസ് ടോൺ ഉണ്ട്, അതുപോലെ റൈസ് ടോൺ ഉണ്ട്. റൈസ് ടോൺ നമ്മളിപ്പോൾ പറഞ്ഞു. ഫോളിംഗ് ടോൺ നമ്മൾ യൂസ് ചെയ്യുന്നത് എവിടേക്കാണ് എന്ന് ചോദിച്ചാൽ ദിസ് ഈസ് എ സ്റ്റാൻഡേർഡ് പാറ്റേൺ ഫോർ സ്റ്റേറ്റ്മെന്റുകളിൽ, കമാൻഡുകളിൽ WH ക്വസ്റ്റ്യൻ, ഇൻട്രോഗേറ്റീവ് പ്രനൗൺ വരുന്ന ഹു, വാട്ട്, വെയർ, വൈ പോലുള്ള ഇൻട്രോഗേറ്റീവ് പ്രനൗൺ വരുന്ന നമ്മൾ WH ക്വസ്റ്റ്യൻ വേർഡ് എന്ന് പറയും. അത്തരം സെന്റൻസുകളിൽ നമ്മൾ ഫോളിംഗ് ടോൺ ആണ് യൂസ് ചെയ്യുന്നത്. yes or no ക്വസ്റ്റ്യൻ ആണെങ്കിൽ അവിടെ എന്ത് യൂസ് ചെയ്യും? റൈസിംഗ് ടോൺ യൂസ് ചെയ്യും. ഇനി ഫോൾ റൈസ് ടോൺ ഉണ്ട്. അത് നമ്മൾ യൂസ് ചെയ്യുന്നത് ഉറപ്പില്ലാത്ത കാര്യങ്ങൾ പറയുമ്പോൾ. ദിസ് കൗണ്ടർ ഓഫൻ കൺവേസ് അൺസർട്ടനിറ്റി, ഹെസിറ്റേഷൻ ഓർ എ പൊളൈറ്റ് റിക്വസ്റ്റ്. അപ്പൊ നമ്മൾ വളരെ പൊളൈറ്റ് ആയിട്ടുള്ള റിക്വസ്റ്റ്. അപ്പൊ ഇമ്പറേറ്റീവ് സെന്റൻസിന് എല്ലാം ഫോളിംഗ് ടോൺ ആണെന്ന് പഠിച്ചു വെക്കരുത്. കമാൻഡിന് നമ്മൾ ഫോളിംഗ് ടോൺ ആണ്. എന്നാൽ റിക്വസ്റ്റിന് പ്രത്യേകിച്ചും വേർ ദ സ്പീക്കർ ഹാസ് മോർ ടു ആഡ്, നമുക്ക് കുറച്ച് കാര്യങ്ങൾ കൂടി പറയാനുണ്ട്, അങ്ങനെ വരുന്ന ഒരു സാഹചര്യത്തിൽ വളരെ പൊളൈറ്റ് ആയിട്ടുള്ള റിക്വസ്റ്റ് പറയുന്ന സമയത്ത് നമ്മൾ ഫോൾ റൈസ് ടോൺ ആണ് യൂസ് ചെയ്യുന്നത്. ഇനി റൈസ് ഫോൾ ടോൺ ഉണ്ട് കേട്ടോ. റൈസ് ഫോൾ ടോൺ ഉണ്ട്. ദിസ് ഈസ് ടിപ്പിക്കലി യൂസ് ടു ഷോ സ്ട്രോങ് ഇമോഷൻസ് വരുന്ന സമയത്ത്, അല്ലെങ്കിൽ ഒരു കാര്യം നമുക്ക് അടിവരയിട്ട്
ഊന്നി പറയുന്ന സമയത്ത് അല്ലെങ്കിൽ ഒരു സർപ്രൈസ് കൊടുക്കുന്ന സമയത്ത് ഒക്കെ നമ്മൾ റൈസ് ഫാൾ ടോൺ ആണ് യൂസ് ചെയ്യുന്നത് കേട്ടോ. ക്ലിയർ? സോ അടുത്ത ചോദ്യം ഇൻട്രൊഡക്ഷൻ. ക്വസ്റ്റ്യൻ മാറിപ്പോയിട്ടുണ്ട് കേട്ടോ, ക്വസ്റ്റ്യൻ മാറിപ്പോയിട്ടുണ്ട്. അടുത്തൊരു ചോദ്യത്തിലേക്ക് പോകാം. വിച്ച് ഓഫ് ദ ഫോളോയിങ്, അത് നമ്മൾ നേരത്തെ കൾച്ചറൽ സ്റ്റഡീസ് ലിറ്റററി ക്രിറ്റിസിസത്തിൽ നിന്നുള്ള ടോപ്പിക് ആയിരുന്നു. ആ സാഹചര്യം ഒന്നുകൊണ്ട് പറയാണ്. നമ്മൾ ഇതിനു മുന്നേ കൾച്ചറൽ സ്റ്റഡീസിൽ നിന്നും ലിറ്റററി ക്രിറ്റിസിസത്തിൽ നിന്നും ഒക്കെ ക്വസ്റ്റ്യൻസ് ഇതേപോലെ ചെയ്തിട്ടുണ്ട്. അപ്പൊ അത് നമ്മുടെ പ്ലേലിസ്റ്റിലേക്ക് നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. മാത്രമല്ല റിസർച്ച് ആപ്റ്റിറ്റ്യൂഡിൽ നിന്നും ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡിൽ നിന്നും 50 PYQs വീതം നമ്മൾ ചെയ്തിട്ടുണ്ട്. ഈ നടന്ന HSST എക്സാമുകളിലെല്ലാം അവിടെ നിന്ന് തന്നെയാണ് ചോദ്യങ്ങൾ വന്നിട്ടുള്ളത്. മാത്രമല്ല ഇപ്പൊ തൊട്ട് മുന്നേ നടന്ന 3 എക്സാമുകളുടെ PYQs നമ്മൾ റിസർച്ച് മെത്തഡോളജിയും ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡും നമ്മൾ ചെയ്തിട്ടുണ്ട്. അതൊക്കെ നിങ്ങൾക്ക് കാണാവുന്നതാണ്. ഞാൻ അതിന്റെ എല്ലാം PDF നമ്മൾ ചെയ്യുന്ന ക്ലാസ്സുകളുടെയും അതുപോലെ HSSTയിലെ മുൻവർഷ ചോദ്യങ്ങളുടെയും ഒക്കെ PDF നമ്മുടെ ടെലഗ്രാം ചാനലിൽ ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ട്. ടെലഗ്രാം ചാനലിന്റെ ലിങ്ക് കമന്റ് ബോക്സിലുണ്ട്. നിങ്ങൾക്ക് അവിടെ പരിശോധിച്ചാൽ ഇതെല്ലാം കാണാവുന്നതാണ്. ഓക്കെ, അടുത്ത ചോദ്യം. വിച്ച് ഓഫ് ദ ഫോളോയിങ് ബെസ്റ്റ് ഡിസ്ക്രൈബ് ദ പെർസ്പെക്റ്റീവ് ഓഫ് മോഡേൺ ഗ്രാമർ? മോഡേൺ ഗ്രാമറിനെ കുറിച്ച് കൃത്യമായിട്ടും വിശദീകരിക്കുന്നത് താഴെ തന്നിരിക്കുന്നതിൽ എന്താണ്? നമുക്ക് നോക്കാം. It descriptive focusing on how language is naturally used rather than how it should be used. അപ്പൊ ഇവിടെ ചോദ്യം എന്തായിരുന്നു? Which of the following best describes the perspective of modern grammar? മോഡേൺ ഗ്രാമർ എന്ന് പറയുമ്പോൾ സ്ട്രക്ചറൽ ഗ്രാമർ ഉണ്ട്, അതുപോലെ ജനറേറ്റീവ് ഗ്രാമർ ഉണ്ട്. സ്ട്രക്ചറൽ ഗ്രാമർ അല്ലെങ്കിൽ ജനറേറ്റീവ് ഗ്രാമർ. ഈ സ്ട്രക്ചറൽ ഗ്രാമർ ജനറേറ്റീവ് ഗ്രാമറിന്റെ പ്രത്യേകത അത് എങ്ങനെയാ വരുന്നത്, അത് എങ്ങനെയാണ് വരുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് അവിടുത്തെ വ്യത്യാസം, അഥവാ ട്രഡീഷണൽ ഗ്രാമറിൽ നിന്നും ഇവിടുത്തെ വ്യത്യാസം എങ്ങനെയാണ് ലാംഗ്വേജ് നാച്ചുറലി യൂസ് ചെയ്യേണ്ടത് എന്നുള്ളതാണ് മോഡേൺ ഗ്രാമറിൽ പറയുന്നത്. എങ്ങനെയല്ല, ഹൗ ഇറ്റ് ഷുഡ് ബി യൂസ്ഡ്, എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടത് എന്നുള്ള സ്ട്രിക്റ്റ് റൂൾ അല്ല. അത് എവിടെയാ പറയുന്നത്? അത് ട്രഡീഷണൽ ഗ്രാമറിലാണ്. ട്രഡീഷണൽ ഗ്രാമറിൽ എങ്ങനെ ആയിരിക്കണം റൂൾ, ആ ഒരു സ്ട്രിക്റ്റ് ആയിട്ടുള്ള റൂള് ഫോളോ ചെയ്യുന്ന രീതിയിലാണ് ട്രഡീഷണൽ ഗ്രാമർ വരുന്നത്. ട്രഡീഷണൽ ഗ്രാമറിനെ നമ്മൾ പറയുന്നത് പ്രിസ്ക്രിപ്റ്റീവ് എന്നാണ് കേട്ടോ. പ്രിസ്ക്രിപ്റ്റീവ്, എങ്ങനെയാണോ പ്രിസ്ക്രൈബ് ചെയ്തിട്ടുള്ളത് അതേ തലത്തിൽ തന്നെ ഫോളോ ചെയ്ത് പോകണം എന്നാണ് പ്രിസ്ക്രിപ്റ്റീവ് ഗ്രാമർ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ദെൻ അടുത്ത ചോദ്യം. വിച്ച് ഓഫ് ദീസ് ഈസ് ആൻ ഡിറൈവേഷണൽ മോർഫീം? താഴെ തന്നിരിക്കുന്നതിൽ ഡിറൈവേഷണൽ മോർഫീം ഏതാണ്? ഇൻഫ്ലക്ഷണൽ മോർഫീമും ഉണ്ട്, ഡെറിവേഷണൽ മോർഫീമും ഉണ്ട്. താഴെ തന്നിരിക്കുന്നതിൽ ഓപ്ഷൻ സി ടീച്ചർ, ടീച്ചറിലെ ER ഡിറൈവേഷണൽ മോർഫീമാണ്. ഡിറൈവേഷണൽ മോർഫീമിൽ എന്ത് മാറും? പാർട്സ് ഓഫ് സ്പീച്ച് ചേഞ്ച് ആവും. ടീച്ച് എന്നുള്ളത് ഒരു വെർബായിരുന്നു അല്ലെ, ടീച്ച് എന്ന് പറയുന്ന ഒരു വെർബായിരുന്നു. ടീച്ചർ എന്നായപ്പോൾ ആ വെർബ് മാറി എന്തായിട്ടുണ്ട്? നൗൺ ആയിട്ടുണ്ട്. എന്നാൽ ഒരു ഇൻഫ്ലക്ഷണൽ മോർഫീമിന് എന്ത് വരൂല? പാർട്സ് ഓഫ് സ്പീച്ചിൽ ചേഞ്ച് ഉണ്ടാവൂല. ക്യാറ്റ് എന്ന് പറഞ്ഞപ്പോൾ പൂച്ച എന്നായിരുന്നു അർത്ഥം, കാറ്റ്സ് പൂച്ചകൾ എന്നായിരുന്നു അർത്ഥം. പക്ഷേ എസ് വന്നത് കൊണ്ട് ഇതിന്റെ നൗൺ എന്ന പദവി നഷ്ടമായിട്ടില്ല. ഓക്കെ, ഇതാണ് ഡെറിവേഷണൽ മോർഫീമും ഇൻഫ്ലക്ഷണൽ മോർഫീമും തമ്മിലുള്ള വ്യത്യാസം. ക്ലിയർ? ദെൻ അടുത്ത ചോദ്യം. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഡിസ്ക്രൈബ്സ് ദ പ്ലൂറൽ മാർക്സ് ഇൻ കാറ്റ്സ്, ഡോഗ്സ്, ഹോഴ്സസ്? അപ്പൊ കാറ്റ്സ്, ഡോഗ്സ്, ഹോഴ്സസ് ഇവിടെ എല്ലാം വരുന്ന അവസാനത്തെ സ് സൗണ്ട് അല്ലെങ്കിൽ z സൗണ്ട് അല്ലെങ്കിൽ ഈ സൗണ്ട്, ഇത് എന്തിനു ഉദാഹരണമാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതെല്ലാം അലോമോവ്സ് ആണ് അല്ലെ. ദേ ആർ അലോമോവ്സ് ഓഫ് ദ സെയിം പ്ലൂറൽ മോർഫീം. ഇതെല്ലാം പ്ലൂറലിനെ സൂചിപ്പിക്കുന്നത് തന്നെയാണ്, ഉച്ചാരണത്തിൽ വ്യത്യാസം വരുന്നുണ്ട് എന്ന് മാത്രം. നമ്മൾ മോർഫീം എന്ന് പറഞ്ഞാൽ സ്മോളസ്റ്റ് മീനിങ് യൂണിറ്റ് ഓഫ് എ സൗണ്ട്, ഒരു സൗണ്ടിന്റെ ഏറ്റവും ചെറിയ അർത്ഥപൂർണമായിട്ടുള്ള യൂണിറ്റിനെയാണ് നമ്മൾ മോർഫീം എന്ന് പറയുന്നത്. ഈ മോർഫീംസ് തമ്മിലുള്ള ഡിഫറൻസിന് നമ്മൾ പറയുന്ന പേരാണ് അലോമോർഫ് അല്ലെ. ഇവിടെ ഇതെല്ലാം എസ് തന്നെയാണ്, പക്ഷെ ഉച്ചാരണത്തിൽ സ്ലൈറ്റ് ആയിട്ടുള്ള ഡിഫറൻസ് ഉണ്ട്. ആ ഒരു മോർഫീമിന്റെ വേരിയേഷനെ നമ്മൾ പറയുന്ന പേരാണ് അലോമോർഫ്. സോ ഓപ്ഷൻ ബി ആണ് ആൻസർ. ഓക്കെ, ദെൻ അടുത്ത ക്വസ്റ്റ്യൻ. വാട്ട് ടൈപ്പ് ഓഫ് മോർഫോളജിക്കൽ പ്രോസസ് ഇസ് ഡെമോൺസ്ട്രേറ്റഡ് ഇൻ ദ ചേഞ്ച് ഫ്രം ഗോ ടു വെന്റ്? ഗോ എന്ന വേർബ് വെന്റ്, ഗോയുടെ ഗോ V1 ആണ് അല്ലെ, അതിന്റെ വേർബ് ടു വെന്റ് ആണ്. ഇവിടെ എന്ത് ചേഞ്ചാ വന്നിട്ടുള്ളത് എന്ന് ചോദിച്ചാൽ നമ്മൾ ഇതിനെ
സപ്ലിറ്റ്യൂൺ എന്നാ പറയാ കേട്ടോ, സപ്ലിറ്റ്യൂൺ എന്നാ പറയാ. അഥവാ ഇതിന്റെ റൂട്ട് വേർഡ് ഉണ്ടല്ലോ, ഈ റൂട്ട് വേർഡിൽ നിന്നും എൻറ്റയർലി ഡിഫറെന്റ് ആയിട്ടുള്ള മറ്റൊരു വേർഡാണ് വെന്റ് ആയിട്ട് വന്നിട്ടുള്ളത്. അത്തരത്തിലുള്ള വ്യത്യാസത്തെ നമ്മൾ സപ്ലീഷൻ അല്ലെങ്കിൽ സപ്ലിറ്റ്യൂൺ എന്ന് പറയും. ഇറ്റ് ഈസ് എ മോർഫോളജിക്കൽ പ്രോസസ് വെയർ one word is replaced by an entirely different unrelated root to indicate a grammatical change. ഒരു ഗ്രാമാറ്റിക്കൽ ചേഞ്ച് V1 എന്നതിൽ നിന്നും V2ലേക്ക് മാറിയിട്ടുണ്ട് എന്നതിനെ സൂചിപ്പിക്കാൻ പൂർണ്ണമായിട്ടും എൻറ്റയർലി ഡിഫറെന്റ് ആയിട്ടുള്ള മറ്റൊരു വേർഡ് കൊണ്ടുവരുന്നതിനാണ് നമ്മൾ ഇത്തരത്തിൽ ഒരു ടേം യൂസ് ചെയ്യുന്നത്. ഇനി നമ്മൾ ഓപ്ഷനിൽ പറഞ്ഞിട്ടുള്ള മറ്റൊരു പേരാണ് റീഡ്യൂപ്ലിക്കേഷൻ. എന്താണ് റീഡ്യൂപ്ലിക്കേഷൻ എന്ന് ചോദിച്ചാൽ നമുക്കറിയാം, ഒരു സെയിം റൂട്ട് വേർബ് റിപ്പീറ്റ് ചെയ്യുന്നതിനാണ് റീഡ്യൂപ്ലിക്കേഷൻ എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് എ ലിംഗ്വിസ്റ്റിക് മോർഫോളജിക്കൽ പ്രോസസ് വേറെ റൂട്ട് സ്റ്റെം ഓർ വേർഡ് ഈസ് റിപ്പീറ്റഡ്. ഇപ്പോൾ ഇവിടെ ബൈ ബൈ എന്ന് പറയുമ്പോൾ സെയിം വേർഡ് റിപ്പീറ്റ് ചെയ്തു. ഈ സെയിം വേർഡ് റിപ്പീറ്റ് ചെയ്യുന്നത് പലതരത്തിലായിരിക്കാം. ഒന്നെങ്കിൽ സെയിം വേർഡ് അതേപോലെ, അല്ലെങ്കിൽ അതിന്റെ വവ്വൽ സൗണ്ടിൽ, ഇപ്പൊ ടിക് ടോക്ക് ഇവിടുത്തെ വവ്വൽ സൗണ്ടിൽ മാത്രമാണ് വ്യത്യാസം വന്നത്. അതല്ലെങ്കിൽ ആ ഒരു റൈം ഒപ്പിച്ച് വരാം, സൂപ്പർ ഡ്യൂപ്പർ എന്ന് പറയുന്ന ആ ഒരു റൈമിൽ വ്യത്യാസം വരുത്തിക്കൊണ്ടും വരാം. ഇതിനെയൊക്കെയാണ് നമ്മൾ എന്ത് പറയുക, റീഡ്യൂപ്ലിക്കേഷൻ എന്ന് പറയുന്നത്. അതും ഒന്നോർത്തിരിക്കുക. ഇനി മറ്റൊരു ടേം ആണ് ഇൻഫിക്സേഷൻ. ഇതൊക്കെ വേർഡ് ഫോർമേഷന്റെ വിവിധ രീതികളാണ് കേട്ടോ. ഇൻഫിക്സേഷൻ എന്ന് പറയുന്നതും ഇതൊരു മോർഫോളജിക്കൽ പ്രോസസ് ആണ്. വേർ ആൻ അഫിക്സ് ഈസ് ഇൻസേർട്ടഡ് ഇൻസൈഡ് എ ബേസ് വേർഡ് റാദർ ദാൻ അറ്റ് ദ ബിഗിനിങ് ഓർ എൻഡ്. സാധാരണ നമ്മൾ ഇപ്പൊ അൺഏബിൾ എന്ന് പറയുമ്പോൾ ഏബിളിന് മുന്നിൽ ഒരു അഫിക്സേഷൻ നടത്തി, അഥവാ പ്രിഫിക്സ് ആഡ് ചെയ്തു. അതുപോലെ ഏബിൾഡ് എന്ന് പറയുമ്പോൾ ഇവിടെ സഫിക്സ് ആണ് വന്നിട്ടുള്ളത്. എന്നാൽ സഫിക്സോ പ്രിഫിക്സോ വരാതെ ഇതിന്റെ ഇടയിൽ ഒരു നൗണിന് ഇടയിൽ ചിലപ്പോൾ അഡീഷണൽ വേർഡ്സ് ചേർക്കുന്ന പരിപാടി ഉണ്ട്. അതിനെയാണ് നമ്മൾ ഇൻഫിക്സേഷൻ എന്ന് പറയുന്നത്. ഇപ്പൊ ഇവിടെ കണ്ടോ, അൺബിലീവബിളിൽ ആ അന്നിനും ബിലീവബിളിന് ശേഷം ഞാൻ ബ്ലഡി ചേർക്കുന്നു, അൺബ്ലഡി ബിലീവബിൾ. ഫാന്റാസ്റ്റിക് എന്നുള്ളതിന് ഇടയിൽ ഫാൻ ഫ്രീക്കിംഗ് ടാസ്റ്റിക് എന്നൊക്കെ യൂസ് ചെയ്യുന്നു. ഇത്തരത്തിലുള്ള ഒരു പ്രയോഗം ഉണ്ട് കേട്ടോ. നമ്മൾ പലപ്പോഴും ഇങ്ങനത്തെ സാധനങ്ങളൊന്നും ഓർത്ത് വെക്കാറില്ല. ഇതിന് പറയുന്ന പേര് ഇൻഫിക്സേഷൻ. ഇപ്പൊ ഉള്ളിലേക്ക് പ്രവേശിപ്പിക്കുക എന്നുള്ള അർത്ഥത്തിനാണ്. ഓക്കെ, ദെൻ അടുത്ത ചോദ്യം, വിച്ച് ഓഫ് ദ ഫോളോയിങ് വേർഡ് കാറ്റഗറീസ് ഈസ് ക്ലാസിഫൈഡ് ആസ് എ ഫംഗ്ഷൻ ക്ലാസ് വേർഡ്? താഴെ തന്നിരിക്കുന്നതിൽ ഫംഗ്ഷൻ ക്ലാസ് വേർഡ് എന്താണ്? ഫംഗ്ഷൻ ക്ലാസ് വേർഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമുക്കറിയാം പ്രിപ്പോസിഷൻ ആണ്. ഈ ഫംഗ്ഷൻ ക്ലാസ് വേർഡിന് എന്തുണ്ടാവില്ല, സ്വന്തം മീനിങ് ഉണ്ടാവില്ല അല്ലെ, ഇൻഡിപെൻഡന്റ് മീനിങ് ഉണ്ടാകില്ല. അത്തരത്തിലുള്ള സാധനങ്ങളെയാണ് നമ്മൾ എന്ത് പറയുക, ഫംഗ്ഷൻ വേർഡ് എന്ന് പറയുക. അത് ആരെ ആശ്രയിച്ചു കൊണ്ടിരിക്കും, ഡിപ്പെൻഡന്റ് ആണ്. മറ്റുള്ള നൗൺസിനെ ഡിപ്പെൻഡ് ചെയ്യുന്നു, അല്ലെങ്കിൽ മറ്റുള്ള ഒരു വേർഡിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ അല്ലേ? സോ ഓപ്ഷൻ സി, പ്രിപ്പോസിഷനും കൺജങ്ഷനും ഇന്റർജക്ഷനും ഒക്കെ ഇത്തരത്തിലുള്ള ഫംഗ്ഷൻ വേർഡ് ആണ് എന്ന് മനസ്സിലാക്കുക. ഓക്കെ, അതാ ഇവിടെ കൊടുത്തിട്ടുണ്ട്. പ്രിപ്പോസിഷൻ, conjunction, pronouns, determiners are function class words. They have little independent meaning but established grammatical structure. അവകൾക്ക് സ്വതന്ത്രമായിട്ടുള്ള അർത്ഥം അങ്ങനെ ഉണ്ടാവില്ല, മറിച്ച് ഗ്രാമാറ്റിക്കൽ സ്ട്രക്ചറിന് അവ സഹായിക്കുകയും ചെയ്യുന്നുണ്ടാകും. ഓക്കെ, then function class words are often referred to as closed class words. What does this mean? ഈ function class wordനെ നമ്മൾ ക്ലോസ് ക്ലാസ് വേർഡ് എന്നും പറയാറുണ്ട്, ക്ലോസ്ഡ് ക്ലാസ് വേർഡ് എന്നും പറയാറുണ്ട്. കാരണം എന്താ? കാരണം അവർക്ക് എന്തുണ്ട്, ഒരു ഫിനിറ്റ് നമ്പർ ഉണ്ട് അല്ലെ. അവ വളരെ പരിമിതമാണ്, അവകൾ പരിമിതമാണ്. ഇംഗ്ലീഷിൽ ഏറ്റവും കൂടുതൽ ഫംഗ്ഷൻ ക്ലാസ് വേർഡ് അല്ല ഉള്ളത്, അവ വളരെ പരിമിതമാണ്. ഇപ്പൊ ഓക്സിലറിയിൽ വന്നു കഴിഞ്ഞാൽ പ്രൈമറി ഓക്സിലറിയും മോഡൽ ഓക്സിലറിയും കൂടെ ചേർത്ത് നമ്മളൊരു ഫിക്സഡ് നമ്പേഴ്സ് അവിടെ പറയാറുണ്ട്. അപ്പൊ പരിമിതമായതുകൊണ്ട് നമ്മൾ അതിനെ ഫംഗ്ഷൻ ക്ലാസ് വേർഡിനെ നമ്മൾ ക്ലോസ്ഡ് ക്ലാസ് വേർഡ്സ് എന്ന് പറയാറുണ്ട്. then rarely admit new word into the category. ഈ ഫംഗ്ഷൻ ക്ലാസ് വേർഡിലേക്ക് പുതിയ പുതിയ വാക്കുകൾ വരാറില്ല. ഓക്കെ, അവിടെ പുതിയ പുതിയ വാക്കുകളൊക്കെ വരുന്നത് എവിടെയാ, ഫോം ക്ലാസ് വേർഡ്. ബാക്കി നൗണും വേർബിനെയൊക്കെ നമ്മൾ എന്താ പറയാ, ഫോം ക്ലാസ് വേർഡ് എന്നാ പറയാ. അവകൾ ഇങ്ങനെ വികസിച്ചുകൊണ്ടേ നിൽക്കും അല്ലെ, വൊക്കാബുലറി ആഡ് ചെയ്യുന്നത് അവിടെയാണ്. So function words rarely change or grow, whereas form class words are considered open because new words can easily be added as language evolves. ഭാഷയിൽ വ്യത്യാസം വരുന്നതിനനുസരിച്ച് ഇപ്പൊ ഗൂഗിളൊക്കെ വന്നതിന് ശേഷം ഗൂഗിൾ ഇപ്പൊ ഒരു വേർബ് ആയിട്ടൊക്കെ മാറിയിട്ടുണ്ട് അല്ലെ, ഗൂഗിൾഡ് എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. അപ്പൊ അത്തരത്തിൽ ഫോം ക്ലാസ് വേർഡ്സിൽ പുതിയ അഡിഷൻസ് വരും, ഫംഗ്ഷൻ ക്ലാസ് വേർഡ്സിൽ അങ്ങനെ അഡിഷൻസ്, ഫംഗ്ഷൻ വേർഡ്സിൽ അങ്ങനെ അഡിഷൻസ് വരാറില്ല. ഓക്കെ, then അടുത്ത ക്വസ്റ്റ്യൻ, what is the nature of the relationship between the signifier and the signified? സിഗ്നിഫയറും സിഗ്നിഫൈഡും തമ്മിലുള്ള ബന്ധം എന്താണ് എന്ന് ചോദിച്ചാൽ അവ ആർബിട്രറി ആണ് അല്ലെ,
ആർബിട്രറി ആണ്, ബേസ്ഡ് ഓൺ സോഷ്യൽ കൺവെൻഷൻ. ഓരോ രാജ്യത്തിലും അല്ലെങ്കിൽ ഓരോ സമൂഹത്തിലും അവിടുത്തെ രീതികൾ അനുസരിച്ചാണ് ഒരു വേർഡും ആ വേർഡിന്റെ കോൺസെപ്റ്റും തമ്മിൽ ലിങ്ക് വരുന്നത്. എങ്ങനെയല്ല, ഇൻഹറന്റ് ആയിട്ട് കിട്ടുന്നതല്ല. ഇൻഹറന്റ് ആയിട്ട് കിട്ടുന്നതുണ്ട്, ഓണമട്ടോപ്യ, ഇന്റർജെക്ഷൻ, അവിടെയൊക്കെ ഇൻഹറന്റ് ആയിട്ട് ആ ഒരു വേർഡിന് ഇൻഹറന്റ് ആയിട്ട് കിട്ടുന്നതാണ്. എന്നാൽ അല്ലാത്ത വേർഡ്സിനൊന്നും എങ്ങനെ കിട്ടുന്നതല്ല, ഇൻഹറന്റ് ആയിട്ട് കിട്ടുന്നതല്ല, അവിടെ ആർബിട്രറി ആണ്. ഓക്കെ അല്ലേ? ക്ലിയർ? ദെൻ അടുത്ത ക്വസ്റ്റ്യൻ, which term does Saussure use to describe the study of language at a specific static point in time? കാലത്തിലെ ഏതെങ്കിലും ഒരു പ്രത്യേക സമയത്തെ ഒരു ഫിക്സഡ് സ്റ്റാറ്റിക് പോയിന്റ് ഇൻ ടൈമിലെ ലാംഗ്വേജിനെ കുറിച്ച് പഠിക്കുന്നതിന് സോഷ്യർ പറയുന്ന ടേം സിൻക്രണി എന്നാണ് കേട്ടോ, സിൻക്രണി എന്നാണ്. എന്നാൽ കാലം കഴിയുന്നതിനനുസരിച്ച് അല്ലെ, സമയം കഴിയുന്നതിനനുസരിച്ചുള്ള ഒരു നിശ്ചിത സ്റ്റാറ്റിക് പോയിന്റിലല്ല, ഒരു ഓവർ ചേഞ്ചിങ് ടൈമിൽ നമ്മൾ ഒരു ലാംഗ്വേജിനെ കുറിച്ച് പഠനം നടത്തുന്നുണ്ടെങ്കിൽ അതിന് പറയുന്ന പേര് ഡയക്രോണി എന്നാണ്. നമ്മുടെ ആൻസർ ഓപ്ഷൻ ഡി ആണ്. മറ്റേ ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഡയക്രോണി ഓൺ ദ അതർ ഹാൻഡ് ഇസ് എ സ്റ്റഡി ഓഫ് ലാംഗ്വേജ് ചേഞ്ച് ഓവർ ടൈം. കാലങ്ങൾക്കനുസരിച്ച് ലാംഗ്വേജിൽ വ്യത്യാസം വരും. അങ്ങനെ കാലങ്ങൾക്കനുസരിച്ച് ലാംഗ്വേജിൽ വരുന്ന വ്യത്യാസത്തെ പഠിക്കുന്നതിന് നമ്മൾ പറയുന്ന പേര് ഡയക്രോണി എന്നാണ്. ക്ലിയർ? Then at the question, which of the following linguistics introduced the concept of ടാക്മെമിക്സ്? ടാക്മെമിക്സ് എന്ന കോൺസെപ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തത് ആരാണ് എന്ന് ചോദിച്ചാൽ കെനത്ത് പൈക്ക് ആണ് കേട്ടോ, കെനത്ത് പൈക്ക് ആണ്. അപ്പൊ ആരാ കെനത്ത് പൈക്ക്? അദ്ദേഹം ഒരു ലിംഗ്വിസ്റ്റിക്സ് ആണ്. എന്താണ് ടാക്മെമിക്സ്? ടാക്മെമിക്സ് is a linguistic theory created by Kenneth Pike. It analyzes language through ടാക്മെമിക്സ്. അപ്പൊ അദ്ദേഹം പറയാണ് ഗ്രാമർ എന്ന് പറയുമ്പോൾ, ഒരു സെന്റൻസ് എന്ന് പറയുമ്പോൾ കുറെ ടാക്മെമിക്സ് കൊണ്ടുവന്നുകൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. അപ്പൊ എല്ലാ സ്ഥലങ്ങളിലും എന്തുണ്ടാകും? ഒരു ഗ്രാമാറ്റിക്കൽ സ്ലോട്ട് ഉണ്ടാകും. ഈ ഗ്രാമാറ്റിക്കൽ സ്ലോട്ടിൽ നമ്മൾ ചില ഐറ്റംസ് കൊണ്ടുവന്ന് ഫില്ല് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഉദാഹരണം, ഒരു സെന്റൻസ്, ഈ സെന്റൻസിൽ ഒരു സബ്ജക്റ്റ് വേണം, ഒരു വെർബ് വേണം, ഒരു ഒബ്ജക്റ്റ് വേണം. ഇത് സ്ലോട്ടാണ്. സബ്ജക്റ്റ്, വെർബ്, ഒബ്ജക്റ്റ് എന്ന് പറയുന്ന സ്ലോട്ടാണ്. ഈ സ്ലോട്ടിൽ ഞാൻ സബ്ജക്റ്റിന്റെ അവിടെ ഹി എന്ന് പറയുന്ന ഒരു വേർഡ് കൊണ്ടുവന്ന് ഫില്ല് ചെയ്തു. ഇവിടെ ഞാൻ എന്ത് ചെയ്തു? പ്ലേഡ് എന്ന് പറയുന്ന അടുത്തൊരു വേർബ് കൊണ്ടുവന്ന് ഫില്ല് ചെയ്തു. ഇവിടെ ഞാനതാ അടുത്ത ഒബ്ജക്റ്റിന്റെ സ്ഥാനത്ത് അടുത്തൊരു വേർഡ് കൊണ്ടുവന്ന് ഫില്ല് ചെയ്യാണ്. അപ്പൊ ഹി പ്ലേഡ് ക്രിക്കറ്റ് എന്ന് പറഞ്ഞ് ഞാൻ അവിടെ ഫില്ല് ചെയ്തു. അപ്പോൾ ഒരു സെന്റൻസിനകത്ത് സ്ലോട്ട് ഉണ്ടാകും, ആ സ്ലോട്ടിനെ നമ്മൾ ഫില്ല് ചെയ്യുകയും ചെയ്യും എന്നാണ് ടാക്മെമിക്സ് പറയുന്നത്. സോ ഇതെല്ലാം ഈ പറയപ്പെട്ട ഓരോന്നും ടാക്മെമിക്സ് ആണ് കേട്ടോ, ടാക്മെമിക്സ് ആണ്. ഓക്കെ. ദെൻ അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് ആർ 2 levels of representation of a sentence proposed in ചോംസ്കിസ് ട്രാൻസ്ഫോർമേഷണൽ ജനറേറ്റീവ് അഥവാ ടി ജി ഗ്രാമർ? ടി ജി ഗ്രാമറുമായിട്ട് ബന്ധപ്പെട്ട ഒരു സെന്റൻസിൽ എന്തൊക്കെ തരത്തിലുള്ള റെപ്രസെന്റേഷൻ ഉണ്ടാകുമെന്നാണ് നോം ചോംസ്കി പറഞ്ഞിട്ടുള്ളത്? ഓപ്ഷൻ ബി, ഡീപ് സ്ട്രക്ചർ ഉണ്ടാകും, സർഫസ് സ്ട്രക്ചർ ഉണ്ടാകും. ഒരു സെന്റൻസിന്റെ പ്രത്യക്ഷാർത്ഥത്തെ നമ്മൾ സർഫസ് സ്ട്രക്ചർ എന്നും അതിന്റെ ഇന്നർ മീനിങ്ങിനെ നമ്മൾ ഡീപ് സ്ട്രക്ചർ എന്നും പറയും. ഓക്കെ അല്ലേ? സോ ചോംസ്കി പ്രപ്പോസ്ഡ് ദാറ്റ് എവറി സെന്റൻസ് ഹാസ് 2 levels. എല്ലാ സെന്റൻസിനും 2 തലങ്ങളുണ്ട്. ദ ഡീപ് സ്ട്രക്ചർ, അണ്ടർലൈങ് അബ്സ്ട്രാക്ട് മീനിങ്. ഒരു സെന്റൻസിന്റെ ഉള്ളിൽ ഉള്ള അർത്ഥത്തെയാണ് നമ്മൾ എന്ത് പറയുക? ഡീപ് സ്ട്രക്ചർ എന്ന് പറയുന്നത്. സർഫസ് സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ ഒരു സെന്റൻസ് യഥാർത്ഥത്തിൽ എന്താണോ ഉദ്ദേശിക്കുന്നത് അതിന്റെ ഒരു ഡയറക്റ്റ് മീനിങ്ങിനെയാണ് നമ്മൾ എന്ത് പറയുക? സർഫസ് സ്ട്രക്ചർ എന്ന് പറയുക. ക്ലിയർ? ദെൻ അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് ഗ്രാമർ ഫ്രെയിംവർക്ക് ഡെവലപ്ഡ് ബൈ ചാൾസ് ഫിൽമോർ? സെന്റൻസ് കൂടി ഓർത്തിരിക്കുക, പേര് കൂടി ഓർത്തിരിക്കുക. ചാൾസ് ഫിൽമോർ അനലൈസസ് സെന്റൻസ് ബേസ്ഡ് ഓൺ ദ സെമാന്റിക് റോൾസ്. ഒരു സെന്റൻസിനെ നമ്മൾ നോക്കേണ്ടത് അവിടുത്തെ സെമാന്റിക് റോൾ അനുസരിച്ചാണ്. ഫിൽമോറിന്റെ അഭിപ്രായത്തിൽ 3 തരത്തിലുള്ള സെമാന്റിക് റോളാണ് പ്രധാനമായിട്ടുള്ളത്. ഒന്ന് ഏജന്റ്, മറ്റൊന്ന് ഇൻസ്ട്രുമെന്റ്, മറ്റൊന്ന് ഒബ്ജക്റ്റ്. അവിടെ എന്തല്ല, പൊസിഷൻ അല്ല നോക്കേണ്ടത്, റോൾസ് ആണ് നോക്കേണ്ടത് എന്ന് ആര് പറഞ്ഞിട്ടുണ്ട്? ചാൾസ് ഫിൽമോർ പറഞ്ഞു. അതിന് നമ്മൾ പറയുന്ന പേര് കേസ് ഗ്രാമർ എന്നാണ് കേട്ടോ. നമ്മൾ നേരത്തെ എന്ത് പഠിച്ചു? ടാക്മെമിക്സ് നമ്മൾ നേരത്തെ പഠിച്ചു. ഇവിടെ ഇതാ കേസ് ഗ്രാമർ വരുന്നു. നിങ്ങൾ ഈ ക്ലാസ് മുഴുവനും കേട്ട് കഴിയുമ്പോൾ ഈ ടോപ്പിക് എല്ലാം ഒന്ന് കവർ ചെയ്യും നിങ്ങൾ കേട്ടോ. അപ്പൊ കേസ് ഗ്രാമറിൽ എന്താ പറയുന്നത്? റോൾസിനെ കുറിച്ചാണ് പറയുന്നത്. കേസ് ഗ്രാമർ പോസിറ്റ്സ് ദാറ്റ് ദ ഫണ്ടമെന്റൽ സ്ട്രക്ചർ ഓഫ് എ സെന്റൻസ് ഈസ് ബേസ്ഡ് ഓൺ സെമാന്റിക് റിലേഷൻഷിപ്സ്. അതിനെയാണ് കേസസ് എന്ന് പറയുന്നത്. ഒരു സെന്റൻസിലെ ഓരോ വേർഡ്സിനും എന്തുണ്ടാകും? സെമാന്റിക് റിലേഷൻഷിപ്പ് ഉണ്ട്. അവിടെ നമ്മൾ എന്തെല്ലാം നോക്കേണ്ടത്? അവയുടെ ആ ഒരു സർഫസ് ലെവലുള്ള ഗ്രാമാറ്റിക്കൽ ഒബ്ജക്റ്റോ സബ്ജക്റ്റോ ഒന്നും അല്ല നോക്കേണ്ടത്. ഇപ്പൊ ഇവിടെ പറയുന്നുണ്ട് ഏജന്റ്. ഏജന്റ് എന്ന് പറഞ്ഞാൽ ഒരു പ്രവൃത്തി ചെയ്യാൻ
ഒരു വ്യക്തി ഉണ്ടാകും. അതിനാണ് നമ്മൾ ഏജന്റ് എന്ന് പറയുന്നത്. ഒരു പ്രവൃത്തി ചെയ്യാൻ സഹായിക്കുന്ന ഒരു വസ്തു ഉണ്ടാകും. അതിനെയാണ് ഇൻസ്ട്രുമെന്റ് എന്ന് പറയുന്നത്. ഒരു പ്രവൃത്തി സംഭവിക്കുന്ന ഒരു കാര്യം ഉണ്ടാകും. അതിനെയാണ് ഒബ്ജക്റ്റ് എന്ന് പറയുന്നത്. അതിനിപ്പോ അദ്ദേഹം പറയുന്ന ഈ ഒരു കോൺസെപ്റ്റിനെ നമുക്ക് ഇങ്ങനെ വിശദീകരിക്കാം. നമ്മൾ പറയാണ്, രവി ഓപ്പൺഡ് the door with key, അല്ലെങ്കിൽ with the key, അല്ലെ, with the key. ഇങ്ങനെ പറയുമ്പോൾ ഇവിടെ ഏജന്റ് രവിയാണ്, അല്ലെ, രവിയാണ്. കാരണം രവിയാണല്ലോ ആ പ്രവൃത്തി ചെയ്തിട്ടുള്ളത്. രവി ആ പ്രവൃത്തി ചെയ്യാൻ സഹായിച്ചിട്ടുള്ളത് ദ കീ ആണ്. അത് ഇവിടുത്തെ ഇൻസ്ട്രുമെന്റ് ആണ്. ദെൻ ഡോർ എന്താ? ഡോർ ഇവിടുത്തെ ഒബ്ജക്റ്റ് ആണ്. നമ്മൾ സാധാരണ ഗ്രാമറിൽ ഇതിനെ ഞാൻ പാസീവ് വോയിസ് ആക്കി കഴിഞ്ഞാൽ എങ്ങനെ വരും? ദ ഡോർ വാസ് ഓപ്പൺഡ് എന്ന് പറഞ്ഞു വരും. അപ്പൊ ഇവിടുത്തെ പാസീവ് വോയിസിൽ സബ്ജക്റ്റ് ആരായി? ദ ഡോർ ആയി. എന്നാൽ ഈ സെന്റൻസ് എങ്ങനെ മാറ്റി എഴുതിയാലും ഇതിലെ റോളിൽ വ്യത്യാസം വരില്ല എന്നാണ് ചാൾസ് ഫിൽമോർ പറയുന്നത്. ഈ സെന്റൻസിനെ ഞാൻ എങ്ങനെ എഴുതുകയാണ്? ദ ഡോർ വാസ് ഓപ്പൺഡ് എന്ന് എഴുതി. അപ്പൊ ഇവിടെ എന്താ സംഭവിച്ചത്? ഓപ്പൺഡ് ബൈ രവി എന്ന് തന്നെ എഴുതി, ബൈ രവി. ഇപ്പൊ ഇവിടെ അദ്ദേഹത്തിന്റെ കേസ് ഗ്രാമർ പ്രകാരം നമ്മൾ നോക്കുന്നത് പൊസിഷനോ മറ്റു കാര്യങ്ങളോ ഒന്നുമല്ല. ഇവിടുത്തെ പ്രവൃത്തി ചെയ്തത് ആരാ? രവിയാണ് ചെയ്തത്. സോ രവിയാണ് ഇവിടുത്തെ ഏജന്റ്. രവി ചെയ്ത പ്രവൃത്തി ആരുടെ മേലാ സംഭവിച്ചിട്ടുള്ളത്? ദ ഡോറിന്റെ മേലാണ്. അത് ഇവിടുത്തെ ഒബ്ജക്റ്റ് ആണ്. അങ്ങനെയാ നോക്കുന്നത്. സെന്റൻസ് എങ്ങനെ വന്നാലും അവിടുത്തെ കേസസിന് അല്ലെങ്കിൽ അവിടുത്തെ റോൾസിന് മാറ്റം വരില്ല എന്ന് അദ്ദേഹം പറയുന്നു. ക്ലിയർ? Then 18ാമത്തെ ക്വസ്റ്റ്യൻ. In Noam Chomsky's framework, what role does a trace play in the trace theory? Trace theory പ്രകാരം എന്താണ് ഒരു ട്രേസിന്റെ റോൾ എന്ന് ചോദിച്ചാൽ, ഇറ്റ് മാർക്സ് ദ ഒറിജിനൽ പൊസിഷൻ ഓഫ് എ മൂവ്ഡ് കോൺസ്റ്റിറ്റ്യൂന്റ് ഇൻ ഡീപ് സ്ട്രക്ചർ. ഡീപ് സ്ട്രക്ചറിൽ ഒരു സെന്റൻസിന്റെ പ്ലേസിൽ മാറ്റം വന്നു കഴിഞ്ഞാലും അതിന്റെ ഒരു പ്ലേസ് അവിടെ തന്നെ ഉണ്ടാകുമെന്നാണ് പറയുന്നത്. അതിന്റെ എന്താ പറയാ, അതിന്റെ ഒരു ട്രേസ് അവിടെ തന്നെ ഉണ്ടാകുമെന്നാണ് അദ്ദേഹം പറയുന്നത്. ഇതിന് ഉദാഹരണമായിട്ട് നമ്മൾ ചെറിയ കുട്ടികളോട് പറയുകയാണ്, രവിയല്ല, എന്താ പറയാ, കുറച്ച് സിമ്പിൾ ആയിട്ടുള്ള ഒരു സാധനം പറയാം. ക്രോ picked the stone. ക്രോ picked the stone. ഇതാണ് ഒരു സെന്റൻസ്. ഇനി ഞാൻ ചോദിക്കുകയാണ്, ഹൂ പിക്ഡ് ദ സ്റ്റോൺ? ഹൂ പിക്ഡ് ദ സ്റ്റോൺ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ കുട്ടിയുടെ മുന്നിൽ ഇതിന് മുന്നേ തന്നെ ഒരു സംഭവം ഉണ്ടാവും, അല്ലെ? പിക്ഡിന് മുന്നേ ഒരു ക്രോ ഉണ്ടായിരുന്നു. അതുകൊണ്ട് കുട്ടി പെട്ടെന്ന് പറയും ക്രോ പിക്ഡ് ദ സ്റ്റോൺ എന്ന് പെട്ടെന്ന് പറയും. എക്സാമ്പിൾ ഞാൻ കുറച്ച് സിംപ്ലിഫൈ ചെയ്ത് പറഞ്ഞതാണ്. സാധാരണ നമ്മൾ കുട്ടിയോട് ചോദിക്കാറ്, ഈ സ്റ്റോണിന് ശേഷം തന്നെ കളയപ്പെട്ട ഒരു വേർഡ് ഉണ്ടാകും. ഈ വേർഡ് നമ്മൾ ക്വസ്റ്റ്യനിലേക്ക് വരുന്ന സമയത്ത് ഇവിടത്തെ വേർഡിനെ കിട്ടാൻ വേണ്ടിയാണ് നമ്മൾ ചോദിക്കുക. അപ്പൊ ഞാൻ ഇവിടെ ഹൂ വെച്ചുള്ള സെന്റൻസ് ചോദിച്ചത് കൊണ്ടാണ് സബ്ജക്റ്റ് അവിടെ ആൻസർ ആയിട്ട് വന്നിട്ടുള്ളത്, അല്ലെ? ഹൂ പിക്ഡ് ദ സ്റ്റോണിന്റെ ആൻസർ സബ്ജക്റ്റ് ആണ് ക്രോ. അപ്പൊ കുട്ടിക്ക് പെട്ടെന്ന് ക്രോ എന്ന് മനസ്സിൽ വരാനുള്ള കാരണം, ക്രോയെ നമ്മൾ ഇവിടെ നിന്ന് കളഞ്ഞു എന്ന് കരുതി ക്രോ അവിടെ നിന്ന് നഷ്ടമാകുന്നില്ല, മറിച്ച് അതിന്റെ ഒരു ടച്ച് അവിടെ നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ടാണ് കുട്ടിക്ക് പെട്ടെന്ന് ഉത്തരം പറയാൻ പറ്റുന്നത് എന്നുള്ളതാണ് ആ ഒരു തിയറിയിൽ പറയുന്നത് കേട്ടോ. ഞാൻ വളരെ അത് സിംപ്ലിഫൈ ചെയ്ത് പറഞ്ഞതാണ് കേട്ടോ. So trace theory explains syntactic movement. The trace indicates the location from which a word or phrase was moved, maintaining the relationship with the original deep structure meaning. അപ്പോൾ ഒരു വേർഡിന് ഈ സെയിം സെന്റൻസ് തന്നെ, ഇപ്പൊ ഈ സെയിം സെന്റൻസ് തന്നെ ഹൂ പിക്ഡ് ദ സ്റ്റോൺ എന്ന് പറഞ്ഞപ്പോൾ ഇവിടെ ക്രോ എന്ന് പറയുന്ന ഒരു വേർഡ് ഉണ്ടായിരുന്നു, അല്ലെ? ക്രോ എന്ന് പറയുന്ന വേർഡ് ഉണ്ടായിരുന്നു. അത് അവിടെ നിന്ന് പോയെങ്കിലും അതിന്റെ ട്രേസ് അവിടെ തന്നെയുണ്ട്. അതുകൊണ്ടാണ് പെട്ടെന്ന് ഹൂ പിക്ഡ് ദ സ്റ്റോൺ എന്ന് ചോദിക്കുന്ന സമയത്ത് നമുക്ക് ക്രോ എന്ന് പറയാൻ പറ്റുന്നത്. കാരണം ക്രോ അവിടെ നിന്ന് കളഞ്ഞിട്ട് നമ്മൾ അവിടെ ഹൂ കൊടുത്തു എങ്കിലും ക്രോയുടെ ഒരു ട്രേസ് അവിടെ തന്നെ ഉണ്ട് എന്നാണ് പറയുന്നത്. നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ഞാൻ കരുതുന്നു. ദെൻ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. വാട്ട് ഡസ് ദ ടേം സിസ്റ്റമിക് റെഫർ ടു? മൈക്കൽ ഹാലിഡേസ് സിസ്റ്റമിക് ഫങ്ഷണൽ ലിംഗ്വിസ്റ്റിക്സ്. അടുത്തത് മൈക്കൽ ഹാലിഡേയുടെ സിസ്റ്റമിക് ഫങ്ഷണൽ ലിംഗ്വിസ്റ്റിക്സ് ഉണ്ട്. സിസ്റ്റമിക് ഫങ്ഷണൽ ലിംഗ്വിസ്റ്റിക്സ് പ്രകാരം നിങ്ങൾ ഇതിന്റെ എല്ലാം പേരൊന്ന് പഠിച്ചു വെച്ചുകൊണ്ട് പോണേ. അത് ഉദ്ദേശിക്കുന്നത് എന്താണ്? സിസ്റ്റമിക് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ലാംഗ്വേജ് ആസ് എ നെറ്റ്വർക്ക് ഓഫ് ചോയ്സ്. ലാംഗ്വേജ് എന്ന് പറഞ്ഞാൽ ഒരു നെറ്റ്വർക്ക് ഓഫ് ചോയ്സ് എന്നാണ് അദ്ദേഹം പറയുന്നത് കേട്ടോ. ലാംഗ്വേജ് ഒരു നെറ്റ്വർക്ക് ഓഫ് ചോയ്സസ് എന്നാണ് പറയുന്നത്.
കേട്ടോ. സിസ്റ്റമാറ്റിക് ലിംഗ്വിസ്റ്റിക്സ് വ്യൂസ് ലാംഗ്വേജ് ആസ് എ നെറ്റ്വർക്ക് ഓഫ് ഇന്റർ കണക്റ്റഡ് സിസ്റ്റംസ്. ഒരുപാട് പരസ്പര ബന്ധിതമായിട്ടുള്ള കാര്യങ്ങളുടെ നെറ്റ്വർക്കാണ് ലാംഗ്വേജ്. ഇറ്റ് പ്രേറ്റേഴ്സ് ദ ഫങ്ഷൻസ് ഓഫ് എ ലാംഗ്വേജ് ആൻഡ് സീസ് ഗ്രാമർ ആസ് എ സെറ്റ് ഓഫ് മീനിങ് മേക്കിംഗ് ഓപ്ഷൻസ് ദാറ്റ് എ സ്പീക്കർ സെലക്ട്സ് ഫ്രം. അപ്പോൾ ഒരു സ്പീക്കർ അദ്ദേഹത്തിന് പറയാനുള്ള കാര്യങ്ങളിൽ നിന്നും ഏറ്റവും മീനിങ് ഫുൾ ആയിട്ടുള്ള ഒരു ഓപ്ഷൻ ആര് തിരഞ്ഞെടുക്കുകയാണ്? ഒരു സ്പീക്കർ തിരഞ്ഞെടുക്കുകയാണ് എന്നുള്ളതാണ് ഈ സിസ്റ്റമിക് ഗ്രാമറിന്റെ പ്രത്യേകത. ഓക്കെ, ദെൻ അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് ലിംഗ്വിസ്റ്റിക് മോഡൽ ഡിഫൈൻസ് ലാംഗ്വേജ് ഇൻ ടേംസ് ഓഫ് ഹെറാർക്കിയൽ റിലേഷൻഷിപ്പ് ഓഫ് ലെവൽസ്? അപ്പൊ ലാംഗ്വേജ് എന്ന് പറഞ്ഞാൽ അവിടെ കുറേ ഹെറാർക്കി ഉണ്ട്. ഈ ഹെറാർക്കിയുടെ ഈ ഹെറാർക്കിയിൽ പല ലെവൽസ് ഉണ്ട്. അവകൾ തമ്മിലുള്ള റിലേഷൻഷിപ്പിനെ സൂചിപ്പിക്കുന്നതാണ് ലാംഗ്വേജ് എന്ന് പറയുന്നു. ഇത് ഏത് ലിംഗ്വിസ്റ്റിക് മോഡലാണ് എന്ന് ചോദിച്ചാൽ പേരിൽ തന്നെയുണ്ട്, സ്ട്രാറ്റിഫിക്കേഷണൽ. കേട്ടോ, സ്ട്രാറ്റിഫിക്കേഷണൽ. ഈ സ്ട്രാറ്റിഫിക്കേഷണൽ ഗ്രാമർ മുന്നോട്ട് വെച്ചിട്ടുള്ളത് സിഡ്നി ലാംബ് ആണ്. സിഡ്നി ലാംബ്. സ്ട്രാറ്റിഫിക്കേഷണൽ ഗ്രാമർ മോഡൽസ് ലാംഗ്വേജ് ആസ് എ സീരീസ് ഓഫ് ഡിസ്റ്റിങ് സ്ട്രാറ്റ. ലാംഗ്വേജ് എന്ന് പറഞ്ഞാൽ ഒരുപാട് ഡിഫറെന്റ് ടൈപ്പ് ഓഫ് സ്ട്രാറ്റ അതിനകത്ത് ഉണ്ടാകും, ലെവൽസ് അതിനകത്ത് ഉണ്ടാകും. ആ ലെവൽസ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഒരു ലാംഗ്വേജിനകത്തുള്ള ലെവൽസ് ആണ് സെമാന്റിക്, ലെക്സിക്കൽ, മോർഫോളജിക്കൽ, ഫോണോളജിക്കൽ. ഫോണോളജി സൗണ്ടിനെ സൂചിപ്പിക്കുന്നു, മോർഫോളജി മീനിങ്ങിനെ സൂചിപ്പിക്കുന്നു, ലെക്സിക്കൽ അതിന്റെ എന്ത് ഒരു സ്ട്രക്ചറിനെ സൂചിപ്പിക്കുന്നു, സെമാന്റിക് എന്ന് പറയുമ്പോൾ അതിന്റെ ഇന്റർ മീനിങ്ങിനെ സൂചിപ്പിക്കുന്നു. ഇത്തരത്തിലൊരു ഹെറാർക്കി ഉണ്ട് എന്നാണ് സ്ട്രാറ്റിഫിക്കേഷണൽ ഗ്രാമറിൽ പറയുന്നത്. ഓക്കെ, ദെൻ അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് ടേം റെഫേഴ്സ് ടു ദ ലിറ്ററൽ ഓർ ഡിക്ഷണറി മീനിങ് ഓഫ് എ വേർഡ്? ഒരു വേർഡിന്റെ ലിറ്ററൽ മീനിങ് അല്ലെങ്കിൽ ഡിക്ഷണറിയിൽ കൊടുത്തിരിക്കുന്ന മീനിങ്ങിനെ പറയുന്ന പേര് ഡിനോട്ടേഷൻ. അപ്പോൾ ഒരു വേർഡിന്റെ ഡയറക്റ്റ് മീനിങ്ങിനെ നമ്മൾ പറയുന്നത് ഡിനോട്ടേഷൻ എന്നാണ് കേട്ടോ, ഡിനോട്ടേഷൻ. അപ്പൊ ബാക്കിയുള്ള വേർഡ് കൂടി നമുക്ക് നോക്കാം. കനോട്ടേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ഒരു വേർഡിന്റെ ഇമോഷണൽ അല്ലെങ്കിൽ കൾച്ചറൽ അല്ലെങ്കിൽ അതിന്റെ ഇംപ്ലൈഡ് മീനിങ്ങിനെയാണ് നമ്മൾ പറയുന്നത്. ഒരു വേർഡിന്റെ നേരിട്ടുള്ള മീനിങ്ങിനെ നമ്മൾ ഡിനോട്ടേഷൻ എന്നും അതിന്റെ ഒരു ഇംപ്ലൈഡ് മീനിങ്ങിനെ നമ്മൾ കനോട്ടേഷനും എന്നാണ് പറയുന്നത്. ഒരു ലിറ്ററേച്ചറിലൊക്കെ നമ്മൾ യൂസ് ചെയ്യുക കനോട്ടേഷൻസ് ആണ്. ഇനി കൊളോക്കേഷൻ ഉണ്ട്. കൊളോക്കേഷൻ എന്ന് പറഞ്ഞാൽ ദ ഹാബിച്വൽ ജസ്റ്റാപോസിഷൻ ഓഫ് എ പെർട്ടിക്കുലർ വേർഡ് വിത്ത് അനദർ വേർഡ് ഓഫ് വേർഡ്സ്. അപ്പൊ നമ്മൾ ഒരു വേർഡിനെ അതിന് പകരം മറ്റൊരു വേർഡ് യൂസ് ചെയ്ത് പറയുന്നു. ഇപ്പോൾ മേക്ക് എ ഡിസിഷൻ എന്ന് പറയുന്നതിന് പകരം ഡു എ ഡിസിഷൻ എന്ന് പറയുന്നു. ഇതിനെ കൊളോക്കേഷൻ എന്നാണ് പറയുന്നത്. ഒരു പർട്ടിക്കുലർ വേർഡിന് പകരമായിട്ട് മറ്റൊരു വേർഡ് യൂസ് ചെയ്യുന്നത് കൊളോക്കേഷൻ. ദെൻ പോളിസെമി. പോളിസെമി നമുക്കറിയാമല്ലോ, ആ ഒരു വേർഡ് തന്നെ പല മീനിങ്ങിൽ. നമ്മൾ കഴിഞ്ഞ ഒരു HSC പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ളതാണ് ചിപ്പ്. ചിപ്പ് എന്ന് പറയുമ്പോൾ നമ്മൾ ഇലക്ട്രോണിക് ചിപ്പിനും ചിപ്പ് എന്ന് പറയും, ബനാന ചിപ്സിനും ചിപ്സ് എന്ന് നമ്മൾ പറയാറുണ്ട്. ഇത്തരത്തിൽ ഒരു വേർഡ് തന്നെ വ്യത്യസ്ത അർത്ഥത്തിൽ ഉപയോഗിക്കുന്നതിനാണ് നമ്മൾ പോളിസെമി എന്ന് പറയുന്നത്. കപ്പാസിറ്റി ഓഫ് എ വേർഡ് ഓർ ഫ്രേസ് ടു ഹാവ് മൾട്ടിപ്പിൾ റിലേറ്റഡ് മീനിങ്. അപ്പൊ ഇവിടെ റിലേറ്റഡ് മീനിങ് ആണ് ഉള്ളത് എന്ന് അടിവരയിട്ട് മനസ്സിലാക്കണം. കാരണം അവിടെ ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഫാക്ട് ഒളിഞ്ഞിരിപ്പുണ്ട്, ഞാനത് താഴെ പറയാം. അപ്പൊ റിലേറ്റഡ് ആയിട്ടുള്ള മീനിങ്ങിൽ സൂചിപ്പിക്കാനാണ് നമ്മൾ പോളിസെമി യൂസ് ചെയ്യാറുള്ളത്. ഓക്കെ, ദെൻ ഇൻ സെമാന്റിക്സ് a pair of words that represent opposite ends of a continuous scale are known as. ചുരുക്കി പറഞ്ഞാൽ ഹോട്ട് കോൾഡ് ഇത് എന്തിന്റെ എക്സാമ്പിൾ ആണ് എന്ന് ചോദിച്ചാൽ ഗ്രേഡബിൾ ആന്റോണിംസ്. നമ്മൾ ആന്റോണിംസ് പഠിച്ചു വെച്ചിട്ടുണ്ടാകും. ഈ ആന്റോണിംസ് തന്നെ പലതരത്തിലുണ്ട്. ഗ്രേഡബിൾ ആന്റോണിംസ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു വേർഡിന്റെ ഓപ്പോസിറ്റ് തന്നെയാണ്, പക്ഷെ നമുക്ക് അതിന്റെ സ്കെയിൽ വെച്ച് പറയാൻ പറ്റും. ഇപ്പൊ ഹോട്ട്, വെരി ഹോട്ട്, വെരി വെരി ഹോട്ട് എന്ന് പറയാൻ പറ്റും. ചൂട്, ചൂട്, കുറഞ്ഞ ചൂട് എന്നൊക്കെ നമുക്ക് പറയാൻ പറ്റില്ലേ? തണുപ്പ് തന്നെ വളരെയധികം തണുപ്പുണ്ട്, കുറഞ്ഞ തണുപ്പുണ്ട്. ഇങ്ങനെ ഒരു ഗ്രേഡ് വെച്ച് പറയാൻ പറ്റുന്നതിനാണ് ഗ്രേഡബിൾ ആന്റോണിംസ് എന്ന് പറയുന്നത്. ഓക്കെ, എന്നാൽ കോംപ്ലിമെന്ററി ആന്റോണിം ഉണ്ട്. അതിന് നമുക്ക് നേരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഒരെണ്ണേ ഉണ്ടാവുള്ളൂ. അവിടെ നമുക്ക് ഈ ഗ്രേഡ് കൊടുക്കാൻ പറ്റില്ല. ഡെഡ് എന്ന് പറഞ്ഞാൽ അതിന്റെ ഓപ്പോസിറ്റ് ലൈവ് ആണ്. അവിടെ സ്ലൈറ്റ്ലി ഡെഡ് ഒന്നും നമുക്ക് പറയാൻ പറ്റില്ല. ട്രൂവിന്റെ നേരെ ഓപ്പോസിറ്റ് ഫാൾസ് ആണ്. അപ്പോൾ നേരെ ഒരു ഓപ്പോസിറ്റ് ഉള്ളതിന് നമ്മൾ പറയുന്നത് കോംപ്ലിമെന്ററി ആന്റോണിംസ് എന്നാണ്. ഓക്കെ, ഇനി കൺവേഴ്സസ് ഉണ്ട്. കൺവേഴ്സസ് എന്ന് പറഞ്ഞാൽ റിലേഷണൽ ആന്റോണിംസ് ആണ്. ഈ പര്യായ പദങ്ങൾ തമ്മിൽ എന്തുണ്ട്? ബന്ധമുണ്ട്. അഥവാ ഇവിടെയുള്ള ഒരെണ്ണം ഉണ്ടെങ്കിൽ അപ്പുറത്തുള്ള ആൾക്ക് നിലനിൽപ്പുള്ളൂ. ഇപ്പൊ പാരന്റിന്റെ നേരെ ഓപ്പോസിറ്റ് നമുക്ക് ചൈൽഡ് എന്ന് പറയാം. പാരന്റ് ഉണ്ടെങ്കിലേ ചൈൽഡ് ഉണ്ടാകൂ, ചൈൽഡ് ഉണ്ടെങ്കിലേ പാരന്റ് ആവുകയുള്ളൂ, അല്ലെ? അപ്പൊ പാരന്റും ചൈൽഡും പരസ്പരം എന്ത് ചെയ്യുന്നുണ്ട്? പരസ്പരം സഹായിക്കുന്നുണ്ട്. ഒരാളുടെ നിലനിൽപ്പ് മറ്റൊന്നിനെ സഹായിക്കുന്നുണ്ട്. അതുപോലെ ബൈ സെൽ, വിൽപ്പനയും വാങ്ങലും തമ്മിൽ പരസ്പരം റിലേഷൻഷിപ്പ് ഉണ്ട്. അപ്പൊ ഒന്ന് മറ്റൊന്നിനെ കൂടാതെ നിലനിൽക്കില്ല. അങ്ങനെയുള്ള ആന്റോണിംസിനെയാണ് നമ്മൾ കൺവേഴ്സസ് എന്ന് പറയുന്നത്. ദെൻ ഹൈപ്പോണമി നമുക്കറിയാലോ. ഹൈപ്പോണമി എന്ന് പറഞ്ഞാൽ അത് ഓപ്പോസിറ്റ് ഒന്നുമല്ല, ഒരു ഹിറാർക്കിയൽ റിലേഷൻഷിപ്പിനെ സൂചിപ്പിക്കുന്നതാണ്.
ഇപ്പൊ ഡോഗ് എന്ന് പറയുന്നത് ഒരു ഹൈപ്പോണിമാണ്. എന്തിന്റെ? ആനിമൽ. ആനിമൽ എന്ന് പറയുന്നത് ഇവിടുത്തെ ഹൈപ്പർനിമാണ് കേട്ടോ, ഹൈപ്പർനിമാണ്. ആനിമൽ എന്ന ഹൈപ്പർനിമിന്റെ ഒരു ഹൈപ്പോണിമാണ് ഡോഗ്. ഫർണിച്ചർ എന്ന് പറയുന്നത് ഒരു ഹൈപ്പർനിമാണ്, അതിന്റെ ഒരു ഹൈപ്പോണിമാണ് ടേബിൾ. ഓക്കെ, ദെൻ അടുത്ത ക്വസ്റ്റ്യൻ ആണ്, ഐഡന്റിഫൈ ദ ഫിഗർ ഓഫ് സ്പീച്ച് ഇൻ ദ ഫ്രേസ് ഡെഫനിങ് സൈലൻസ്. ഡെഫനിങ് സൈലൻസ് എന്ന് പറയുമ്പോൾ ഇവിടുത്തെ ഫിഗർ ഓഫ് സ്പീച്ച് എന്താണ്? ഡെഫനിങ് എന്ന് പറഞ്ഞാൽ എന്താ? നമ്മുടെ കാതടപ്പിക്കുന്ന എന്ന് പറയില്ലേ? അപ്പൊ ഭയങ്കര ശബ്ദം കേൾക്കുമ്പോഴാണ് കാതടപ്പിക്കുന്നത് എന്ന് നമ്മൾ പറയുന്നത്. അപ്പൊ കാതടപ്പിക്കുന്ന നിശബ്ദത എന്ന് പറയുമ്പോൾ അതൊരു ഓക്സിമോറൻ ആണ് അല്ലെ? പരസ്പരം രണ്ടും ഓപ്പോസിറ്റ് അല്ലേ? അപ്പൊ ഓക്സിമോറൻ. അപ്പൊ ചില ആളുകൾക്ക് ഇവിടെ പാരഡോക്സ് കിടപ്പുണ്ടല്ലോ, ഐറണി കിടപ്പുണ്ടല്ലോ. എന്താ വ്യത്യാസം നമുക്ക് നോക്കാം. ഓക്സിമോറൻ എന്ന് പറഞ്ഞാൽ ഇവിടെ ടു കോൺട്രഡിക്ടറി അല്ലെങ്കിൽ ഓപ്പോസിറ്റ് ടേംസ് ആണ് ഉണ്ടാവുക. ഓക്സിമോറനിൽ ഓപ്പോസിറ്റ് ആയിട്ടുള്ള രണ്ട് ടേംസ് ആണ് ഉണ്ടാവുക. ഡെഫനിങ് സൈലൻസ് എന്ന് പറയുന്നത് രണ്ട് ഓപ്പോസിറ്റ് ടേംസ് ആണ്. എന്നാൽ ബാക്കിയുള്ള ഓപ്ഷൻസ് നമ്മൾ എന്തുകൊണ്ട് ഇൻകറക്റ്റ് ആക്കി എന്ന് ചോദിച്ചാൽ, ഇവിടെ പാരഡോക്സും ഓക്സിമോറനും ഏകദേശം സെയിം ആയിട്ട് തോന്നുമെങ്കിലും പാരഡോക്സ് ആകുമ്പോൾ ഒരു സ്റ്റേറ്റ്മെന്റ് ആയിരിക്കും, വെറും വേർഡ് ആയിരിക്കില്ല, ഒരു സ്റ്റേറ്റ്മെന്റ് ആയിരിക്കും. ഈ സ്റ്റേറ്റ്മെന്റ് തന്നെ കോൺട്രഡിക്ടറി ആയിരിക്കും. ഫോർ എക്സാമ്പിൾ, ദ ബിഗിനിങ് ഓഫ് ദ എൻഡ് എന്ന് പറയുമ്പോൾ ആ സ്റ്റേറ്റ്മെന്റ് തന്നെ കോൺട്രഡിക്ഷൻ ആണ്. ഓക്സിമോറൻ എന്ന് പറയുമ്പോൾ രണ്ട് വേർഡ്സും, പാരഡോക്സ് എന്ന് പറയുമ്പോൾ ഒരു സ്റ്റേറ്റ്മെന്റും ആയിരിക്കും എന്ന് മനസ്സിലാക്കുക. ഓക്കെ, ഇനി ഐറണി ഉണ്ട്. ഐറണി എന്ന് പറഞ്ഞാൽ നാം ഒരു വസ്തുവിൽ നിന്നും എന്താണോ പ്രതീക്ഷിക്കുന്നത് അതിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് നമുക്ക് കിട്ടുന്നതെങ്കിലാണ് ഐറണി എന്ന് പറയുന്നത്. ഇപ്പോൾ ഫയർ സ്റ്റേഷന് തീ പിടിച്ചു. ഫയർ സ്റ്റേഷൻ എന്ന് പറയുന്നത് തീ കെടുത്താനുള്ളതാണ്. അവിടെ തന്നെ തീ പിടിച്ചു എന്ന് പറയുമ്പോൾ അതൊരു ഐറണിയാണ്. മനസ്സിലായോ? ഇറ്റ് ഇൻവോൾവ്സ് എ കോൺട്രാസ്റ്റ് ബിറ്റ്വീൻ എക്സ്പെക്ടേഷൻ ആൻഡ് റിയാലിറ്റി അല്ലെ? ഒരു പ്രതീക്ഷ, ഈ പ്രതീക്ഷയുടെ നേരെ വിപരീതമായിരുന്നു റിയാലിറ്റി. അപ്പോഴാണ് നമ്മൾ ഐറണി യൂസ് ചെയ്യുന്നത്. വ്യത്യാസം മനസ്സിലായോ? പാരഡോക്സും ഐറണിയും ഓക്സിമോറനും വ്യത്യാസം മനസ്സിലായല്ലോ. പിന്നെ ഹൈപ്പർബോള എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഓവർ സ്റ്റേറ്റ്മെന്റ് അഥവാ എക്സാഗ്രേഷൻ ആണ് കേട്ടോ. എനിക്കൊരു ആനയെ തിന്നാനുള്ള വിശപ്പുണ്ട്. ഐ ആം സോ ഹാംഗ്രി ഐ കുഡ് ഈറ്റ് എ ഹോഴ്സ്. ഓക്കെ, ദെൻ അടുത്ത ചോദ്യം, വെൻ വി സേ ദ വൈറ്റ് ഹൗസ് ഇഷ്യൂഡ് എ സ്റ്റേറ്റ്മെന്റ് വിച്ച് ഫിഗർ ഓഫ് സ്പീച്ച് ഈസ് യൂസ്ഡ്? വൈറ്റ് ഹൗസ് സ്റ്റേറ്റ്മെന്റ് പുറപ്പെടുവിച്ചു. അപ്പൊ വൈറ്റ് ഹൗസ് സ്റ്റേറ്റ്മെന്റ് പുറപ്പെടുവിച്ചു എന്ന് പറയുമ്പോൾ അവിടുത്തെ വൈറ്റ് ഹൗസ് അല്ല, അവിടുത്തെ അധികാരികളാണ്. അപ്പൊ അതൊരു മെറ്റോണമിയുടെ ഉദാഹരണമാണ് കേട്ടോ. മെറ്റോണമി എന്താണെന്ന് അറിയാലോ? മെറ്റോണമി എന്ന് പറഞ്ഞാൽ ഒരു വസ്തു ആ വസ്തുവുമായി അസോസിയേറ്റ് ചെയ്തിട്ടുള്ള ഒരു കാര്യത്തിന് വേണ്ടി യൂസ് ചെയ്യുമ്പോഴാണ്. ഇപ്പൊ വൈറ്റ് ഹൗസിലാണ് ആരുണ്ടാവുക? അവിടുത്തെ സ്റ്റാഫ് ഉണ്ടാവുക. അപ്പൊ അവിടുത്തെ സ്റ്റാഫാണ് ഉത്തരവ് പുറപ്പെടുവിച്ചത് എന്നതിന് പകരം നമ്മൾ വൈറ്റ് ഹൗസ് എന്ന ടേം യൂസ് ചെയ്ത്, അപ്പോൾ ഒരു റിലേഷൻ ഉണ്ട്. അതുകൊണ്ടാണ് നമ്മൾ അതിനെ മെറ്റോണമി എന്ന് പറയുന്നത്. വെൻ യു യൂസ് ആൻ ഒബ്ജക്ട്, പ്ലേസ് ഓർ അസോസിയേറ്റിംഗ് ടു സ്റ്റാൻഡ് ഇൻ ഫോർ ദ ഐഡിയ, ഒരു ആശയത്തിന് പകരം ആ ആശയവുമായി ബന്ധപ്പെട്ട മറ്റൊരു വസ്തുവിനെ യൂസ് ചെയ്യുന്നതിനാണ് മെറ്റോണമി എന്ന് പറയുന്നത്. ട്രാൻസ്ഫേർഡ് എപ്പിത്തറ്റ് അതല്ല, മാറിപ്പോകരുത്. ട്രാൻസ്ഫേർഡ് എപ്പിത്തറ്റ് എന്ന് പറയുമ്പോൾ അവിടെ നമ്മൾ ഒരു അഡ്ജക്റ്റീവ് കൊണ്ടുവരും. ട്രാൻസ്ഫേർഡ് എപ്പിത്തറ്റിൽ നമ്മളൊരു അഡ്ജക്റ്റീവ് കൊണ്ടുവരും. സത്യത്തിൽ ആ ഒരു അഡ്ജക്റ്റീവ് കൊടുക്കേണ്ടത് മറ്റൊരു നൗണിനായിരുന്നു, ആ നൗണോടെ ഇല്ല. അപ്പൊ ഒരു നൗണിന് കൊടുക്കേണ്ട അഡ്ജക്റ്റീവിനെ വ്യത്യസ്തമായ മറ്റൊരു നൗണിന് കൊടുക്കുന്നതിനാണ് നമ്മൾ എന്ത് പറയുക? ട്രാൻസ്ഫേർഡ് എപ്പിത്തറ്റ് എന്ന് പറയാം. എ സ്ലീപ്ലെസ് നൈറ്റ്, ഉറക്കമില്ലാത്ത രാത്രി എന്ന് പറയുമ്പോൾ രാത്രിക്കല്ല ഉറക്കമില്ലാത്തത്, മറിച്ച് ആ രാത്രിയിൽ ഒരു വ്യക്തി ഉറങ്ങാൻ ശ്രമിച്ചു, ആ വ്യക്തിക്കാണ് ഉറക്കമില്ലാത്തത്. അപ്പൊ ആ വ്യക്തിക്കാണ് നമ്മൾ സ്ലീപ്ലെസ് എന്ന് പറയുന്നത് കൊടുക്കേണ്ടത്, അതിന് പകരം നൈറ്റിന് കൊടുത്തു. സോ അത് ട്രാൻസ്ഫേർഡ് എപ്പിത്തറ്റ് ആണ്. ക്ലിയർ അല്ലേ? ദെൻ അടുത്ത ചോദ്യം, വിച്ച് റിലേഷൻഷിപ്പ് ഈസ് ഷോൺ ബൈ വേർഡ്സ് ബാർക്ക് ഓഫ് എ ഡോഗ്, ബാർക്ക് ഓഫ് എ ട്രീ? രണ്ട് ബാർക്കാണ്. ഇത് കുരയ്ക്കൽ എന്ന അർത്ഥത്തിനാണ്, ഇത് മരത്തിന്റെ തോല് എന്നൊക്കെ അർത്ഥത്തിനാണ് ബാർക്ക് പറയുക അല്ലെ? അപ്പൊ രണ്ടും സെയിം ആണ്, ഉച്ചാരണം സെയിം ആണ് അല്ലെ? ലെറ്റേഴ്സും സെയിം ആണ്. നിങ്ങൾ ഇവിടെ ലെറ്റേഴ്സിലേക്ക് നോക്കുക, ലെറ്റേഴ്സ് സെയിം ആണ്, അർത്ഥം വ്യത്യാസമാണ്. ഇതേപോലെ ലെറ്റേഴ്സ് സെയിം ആണെങ്കിൽ അതിനെ നമ്മൾ ഹോമോഗ്രഫി എന്നാ പറയുക കേട്ടോ. ലെറ്റേഴ്സ് സെയിം ആണെങ്കിൽ നമ്മൾ ഹോമോഗ്രഫി എന്നാ പറയുക. ദെൻ ഉച്ചാരണം സെയിം ആണ്, എന്നാൽ ലെറ്റേഴ്സ് വ്യത്യാസമാണ്. ഇപ്പൊ ഐ ഉച്ചാരണം ഏകദേശം സെയിം ആണ്, ലെറ്റേഴ്സ് വ്യത്യാസമാണ്. ഉച്ചാരണം സെയിം ആണ്. ഉച്ചാരണം സെയിം ആണെങ്കിൽ നമ്മൾ അതിനെ ഹോമോ ഫോൺസ് എന്നാ പറയുക, ഫോൺസ്. അപ്പൊ ഫോൺസ് എന്ന് പറയുമ്പോൾ ശബ്ദം, അപ്പൊ ശബ്ദം സെയിം ആണെങ്കിൽ ഹോമോ ഫോൺസ്. എഴുത്താണ് സെയിം, ഗ്രാഫ് എഴുത്താണ് സെയിം, ഗ്രാഫ് എന്ന് പറയുമ്പോൾ എഴുത്തെന്ന് മനസ്സിലാക്കിയാൽ മതി, എങ്കിൽ അതിന് നമ്മൾ ഹോമോഗ്രഫി എന്നാണ് പറയുക. ഓക്കെ അല്ലേ? ദെൻ അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് ടേം റെഫേഴ്സ് ടു ദ മെന്റൽ ഡിക്ഷണറി കണ്ടെയ്നിങ് ദ മീനിങ്, പ്രൊനൗൺസിയേഷൻ ആൻഡ് സിന്റാക്ടിക് യൂസേജ് ഓഫ് വേർഡ്സ്? ഒരു വാക്കിന്റെ
ഉപയോഗം, അതിന്റെ പ്രൊനൗൺസിയേഷൻ, അതിന്റെ അർത്ഥമൊക്കെ ഉൾക്കൊള്ളുന്ന മെന്റൽ ഡിക്ഷണറി, അല്ലെ, നമ്മുടെ മനസ്സിൽ അങ്ങനെ ഒരു മെന്റൽ ഡിക്ഷണറി ഉണ്ട്. ഈ മെന്റൽ ഡിക്ഷണറിക്ക് പറയുന്ന പേര് ലെക്സിക്കൻ എന്നാണ് കേട്ടോ. ലെക്സിക്കൻ എന്നാണ് കേട്ടോ. ഒരു വാക്ക്, അതിന്റെ സ്ട്രക്ചർ, അതിന്റെ മീനിങ് ഒക്കെ ഉൾക്കൊള്ളുന്ന മെന്റൽ സ്ട്രക്ചറിന് നമ്മൾ പറയുന്ന പേര് ലെക്സിക്കൻ എന്നാണ് കേട്ടോ. അത് നമ്മുടെ ബ്രെയിനിലുള്ള ഒരു കോൺസെപ്റ്റ് ആണ്. ലാഡ് എന്നൊക്കെ പറയുന്നത് പോലെ, നോം ചോംസ്കി പറഞ്ഞിട്ടുള്ള ലാഡ് ഉണ്ടല്ലോ, ലാഡ് എന്നൊക്കെ പറയുന്നത് പോലെ ഒരു സംഭവമാണ് എന്ന് ഓർക്കുക. Then which stage of language acquisition is primarily characterized by the production of repetitive consonant vowel combination? കുട്ടികൾ ജനിക്കുന്ന സമയത്ത് അവർ കരയുകയാണ്, അല്ലെ, കരച്ചിലാണ്, ക്രൈയിങ് ആണ്. ക്രൈയിങ് കുറച്ച് കഴിയുന്ന സമയത്ത് വവൽ സൗണ്ടുകളുടെ റിപ്പീറ്റേഷൻ പോലെ ആയി മാറും, അല്ലെ, ബ്ലാ ബ്ലാ, പ പ പ, മ മ മ, ഇങ്ങനെ പല വവൽ കോൺസണന്റ് സൗണ്ടുകളുടെ കോമ്പിനേഷൻസിന്റെ റിപ്പീറ്റേഷൻ ആകും. അതിന് നമ്മൾ പറയുന്നത് ബാബ്ലിംഗ്. ഏകദേശം 6 മാസത്തിലൊക്കെയാണ് ഈ ബാബ്ലിംഗ് സംഭവിക്കുക. ഈ ബാബ്ലിംഗിൽ നിന്നും കുട്ടികൾ ഒറ്റ പദം പറയാൻ തുടങ്ങും. അത് ഏകദേശം ഒരു 1.5 വയസ്സ് ആ ഒരു സമയത്താണ്. അതിന് നമ്മൾ പറയുന്നത് ഹോളോഫ്രാസ്റ്റിക് സ്റ്റേജ് ആണ്. അപ്പൊ ഇവിടെ ഒരു സെന്റൻസിന് പകരം എനിക്ക് ചായ വേണം എന്ന് കുട്ടി പറയില്ല, ചായ എന്നേ പറയുള്ളൂ. എനിക്ക് ചോറ് വേണമെന്ന് കുട്ടി പറയില്ല, ചോറ് എന്നേ പറയുള്ളൂ. ദെൻ അതിന്റെ സ്ഥാനത്ത് 2 പദമാകുന്നതാണ് ടെലിഗ്രാഫിക് സ്റ്റേജ്. ഹോളോഫ്രാസ്റ്റിക് സ്റ്റേജ് എന്ന് പറയുമ്പോൾ ഒരൊറ്റ പദം യൂസ് ചെയ്യാം. അതൊരു 1.5 വയസ്സാണ്. ഈ 2 വയസ്സാകുമ്പോൾ കുട്ടിക്ക് അർത്ഥപൂർണമായിട്ടുള്ള 2 വാക്കുകൾ കൂട്ടിച്ചേർത്ത് പറയാൻ പറ്റും, അല്ലെ. എനിക്ക് വിശക്കുന്നു എന്നോ, അല്ലെങ്കിൽ ചോറ് ചൂട്. ചോറിന് നല്ല ചൂടുണ്ടെന്ന് കുട്ടി പറയില്ല, അല്ലെങ്കിൽ ചായക്ക് നല്ല ചൂടുണ്ടെന്ന് പറയില്ല, ചായ ചൂട് എന്നേ കുട്ടി പറയുള്ളൂ. അപ്പൊ 2 വാക്കുകൾ കൂട്ടിച്ചേർക്കുന്നു, അത് ടെലിഗ്രാഫിക് സ്പീച്ച് ആണ്. ഈ 2 വയസ്സിന് മുകളിൽ പോകുമ്പോഴാണ് കുട്ടി എന്ത് ചെയ്യുന്നത്, കുഴപ്പമില്ലാത്ത തരത്തില് വാക്കുകൾ യൂസ് ചെയ്ത് തുടങ്ങുന്നത്. ക്ലിയർ? ഇവിടെ ചെറിയൊരു മാറ്റമുണ്ട്, പറഞ്ഞതൊന്നും മാറിപ്പോയി. ആദ്യം 2 വേർഡ് സ്റ്റേജ് ആണ്, എന്നിട്ടാണ് ടെലിഗ്രാഫിക് സ്റ്റേജ് കേട്ടോ. 2 വേർഡില് കുട്ടി 2 വാക്ക്, അവിടെ 2 വേർഡ് എന്ന് തന്നെയുണ്ട്. ഇവിടെ കുട്ടി 2 വേർഡ്സ് കമ്പൈൻ ചെയ്ത് യൂസ് ചെയ്ത് തുടങ്ങുന്നത് ഏകദേശം 2 വയസ്സൊക്കെ ആകുമ്പോൾ, അല്ലെങ്കിൽ 1.5 വയസ്സിന് മുകളിലാകുമ്പോൾ. പിന്നീട് 2-ലധികം വേർഡ്സ് കമ്പൈൻ ചെയ്ത് ഒരു സെന്റൻസ് ഒക്കെ ഉണ്ടാക്കുന്നതാണ് ടെലിഗ്രാഫിക് സ്പീച്ച് കേട്ടോ. പറഞ്ഞത് ജസ്റ്റ് ഒന്നും അങ്ങോട്ട് മാറിപ്പോയതാണ്. അപ്പൊ ആദ്യം കുട്ടിക്ക് ക്രൈയിങ്, അതിനുശേഷം ബാബ്ലിംഗ്. ബാബ്ലിംഗ് എന്ന് പറയുമ്പോൾ വവൽ കോൺസണന്റ് സൗണ്ടിന്റെ കോമ്പിനേഷൻ റിപ്പീറ്റ് ചെയ്യുന്നു. ബാബ്ലിംഗ് കഴിഞ്ഞാലുള്ള സ്റ്റേജ് ഹോളോഫ്രാസ്റ്റിക് ആണ്. അവിടെ കുട്ടി 1 വേർഡ് ആണ് യൂസ് ചെയ്യുന്നത്. ഹോളോഫ്രാസ്റ്റിക് കഴിഞ്ഞാൽ പിന്നെ 2 വേർഡ് ആണ്. 2 വേർഡ് കഴിഞ്ഞിട്ടാണ് ടെലിഗ്രാഫിക് സ്പീച്ചിലേക്ക് വരുന്നത്. ഇതാണ് അതിന്റെ ഓർഡർ. ക്ലിയർ? ദെൻ അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. Who is widely considered the founder of modern sociolinguistics, known for his scientific studies of language variation in urban areas? അർബൻ ഏരിയാസിലേക്ക് പഠനം നടത്തിക്കൊണ്ട്, മാർത്ത വൈനാട് പോലുള്ള അർബൻ ഏരിയകളിലൊക്കെ പഠനം നടത്തിക്കൊണ്ട് സോഷ്യോ ലിംഗ്വിസ്റ്റിക്സ് ഫൗണ്ടേഷൻ കുറിച്ചത് ആര് എന്ന് ചോദിച്ചാൽ വില്യം ലാബോ. നമ്മൾ നേരത്തെ പറഞ്ഞതെല്ലാം സൈക്കോ ലിംഗ്വിസ്റ്റിക്സുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് നമ്മൾ തൊട്ട് മുകളിൽ ഡിസ്കസ് ചെയ്തത്. ഇത് സോഷ്യോ ലിംഗ്വിസ്റ്റിക്കുമായിട്ട് ബന്ധപ്പെട്ടതാണ്. വില്യം ലാബോ ആണ് ഇതിനെ തുടക്കം കുറിച്ചിട്ടുള്ളത് കേട്ടോ. എങ്ങനെയാണ് സമൂഹം ലാംഗ്വേജ് ഡെവലപ്പ് ചെയ്യാൻ സഹായിക്കുന്നത് എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. ഓക്കെ. Then what term describes a simplified language that develops as a means of communication between 2 or more groups that do not have a common language in common? വളരെ ശ്രദ്ധിച്ച് മനസ്സിലാക്കുക. 2-2-ലധികമോ ഗ്രൂപ്പുകൾ, അവർക്ക് ഇടയിൽ കോമൺ ലാംഗ്വേജ് ഒന്നുമില്ല. അപ്പൊ കോമൺ ലാംഗ്വേജ് ഇല്ലാത്ത 2-2-ലധികമോ ഗ്രൂപ്പ് അവർ കമ്മ്യൂണിക്കേഷന് വേണ്ടി ഒരു സിംപ്ലിഫൈഡ് ലാംഗ്വേജ് ഉണ്ടാക്കുന്നു. അതിന് പറയുന്ന പേര്. അപ്പോൾ കോമൺ ലാംഗ്വേജ് ഇല്ലാത്ത ഒരു ഗ്രൂപ്പ് അവരുടെ കമ്മ്യൂണിക്കേഷന് വേണ്ടി ഒരു ലാംഗ്വേജ് കൊണ്ടുവരുന്നു. അതിന് നമ്മൾ പറയുന്ന പേര് പിഡ്ജിൻ എന്നാണ് കേട്ടോ. അതിന് നമ്മൾ പറയുന്ന പേര് പിഡ്ജിൻ എന്നാണ് എന്ന് മനസ്സിലാക്കുക. ഓക്കെ. അപ്പോൾ പിഡ്ജിൻ ഉണ്ട്. ഇനി നമ്മുടെ ഓപ്ഷനിൽ നിങ്ങൾ നോക്കുമ്പോൾ ക്രയോൾ ഉണ്ട്, ഡയലക്റ്റ് ഉണ്ട്, ഐഡിയലക്റ്റ് ഉണ്ട്. അതുകൂടി നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. അപ്പൊ പിഡ്ജിൻ എന്ന് പറയുമ്പോൾ അവിടെ എന്തില്ല, അത് യൂസ് ചെയ്യുന്ന ആളുകൾക്കിടയിൽ കോമൺ ലാംഗ്വേജ് ഇല്ല, പക്ഷെ കമ്മ്യൂണിക്കേഷന് വേണ്ടി ആ ഒരു സിംപ്ലിഫൈഡ് ലാംഗ്വേജ് അവർ യൂസ് ചെയ്യുന്നത്. എന്നാൽ ക്രയോൾ എന്ന് പറയുമ്പോൾ ഇതൊരു ഫുള്ളി ഡെവലപ്ഡ് നാച്ചുറൽ ലാംഗ്വേജ് ആയിരിക്കും. ഇത് പിഡ്ജിൻ ഉണ്ടല്ലോ, പിഡ്ജിനിൽ നിന്നാണ് അത് ഉണ്ടാകുന്നത്. എ പിഡ്ജിൻ വെൻ ഇറ്റ് ബിക്കംസ് ദ പ്രൈമറി നാറ്റീവ് ലാംഗ്വേജ് ഓഫ് എ ന്യൂ ജനറേഷൻ. ആദ്യം ഒരു പിഡ്ജിൻ ഉണ്ടാക്കുന്നു. പിഡ്ജിൻ അവർക്ക് കമ്മ്യൂണിക്കേഷൻ ഉണ്ടാകാൻ മാത്രം ഉപയോഗിച്ചിട്ടുള്ള ഒരു സംഭവമായിരുന്നു എങ്കിൽ ആ പിഡ്ജിൻ പിന്നീട് എന്തായി മാറുന്നു, ഒരു നാച്ചുറൽ ലാംഗ്വേജ് പോലെ ആകുന്നു. അതിന് നമ്മൾ ക്രയോൾ എന്നാണ് പറയുന്നത്. അങ്ങനെ അധികം വൈകാതെ അതിന് ഗ്രാമറും മറ്റു കാര്യങ്ങളും ഒക്കെ ഉണ്ടാകുന്നുണ്ട്. അപ്പൊ പിഡ്ജിൻ അത്
കുറച്ചുകൂടി സ്ട്രോങ് ആയാണ് ക്രയോൾ ആകുന്നത്. ദെൻ ഡയലക്റ്റ് നമുക്കറിയാം. ഡയലക്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു റീജിയനിലോ അല്ലെങ്കിൽ ഒരു സോഷ്യൽ വെറൈറ്റിയിലോ ഉള്ള ഒരു സിംഗിൾ ലാംഗ്വേജിനാണ് അതിനൊരു വ്യത്യസ്തമായിട്ടുള്ള അത് അവിടെയുള്ള സ്റ്റാൻഡേർഡ് ഗ്രാമർ, വൊക്കാബുലറി, പ്രൊനൗൺസിയേഷൻ എന്നിവയിൽ നിന്നും വ്യത്യസ്തമായിരിക്കും. അപ്പൊ ഇതൊരു സൊസൈറ്റിക്കുള്ളതാണെങ്കിൽ ഒരു വ്യക്തി ചിലപ്പോൾ ഒരു പ്രത്യേക തരത്തിൽ സംസാരിക്കുന്നവരുണ്ടാകാം. അങ്ങനെ ഉണ്ടാവില്ലേ ചില പ്രദേശത്തുള്ള ചില ആളുകൾ അവർ അവരുടേതായിട്ടുള്ള രീതിയിൽ, ഗ്രൂപ്പല്ല, ഒരു വ്യക്തി സംസാരിക്കുന്നുണ്ടെങ്കിൽ അതിനെ ഐഡിയലക്റ്റ് എന്ന് പറയുന്നു. ഡയലക്റ്റ് ഒരു സൊസൈറ്റിയുടെയാണ്, ഐഡിയലക്റ്റ് ഒരു ഇൻഡിവിജ്വലിൻ്റെതാണ് കേട്ടോ, ഒരു ഇൻഡിവിജ്വലിൻ്റെതാണ് എന്ന് മനസ്സിലാക്കുക. ഓക്കെ, ദെൻ ഫൈനലി സോഷ്യോ ലിംഗ്വിസ്റ്റിക്സ്. In sociolinguistics, a specialized set of vocabulary or jargon used by a particular group or profession is known as. ചില ആളുകളുണ്ടല്ലോ, അവർ അവരുടെ ജോലിയുടെ ഭാഗമായിട്ട് ഒരു സീക്രട്ട് ലാംഗ്വേജ് കേട്ടോ, ഒരു ജാർഗൻ യൂസ് ചെയ്യും. അതിന് നമ്മൾ പറയുന്ന പേര് ആർഗറ്റ് എന്നാണ്. ഇവിടെ ഫോർമൽ ലാംഗ്വേജ് അല്ല അത്. നമ്മൾ മറ്റുള്ളവർക്ക് മനസ്സിലാകാതിരിക്കാൻ ചില ആളുകൾ, മിക്കവാറും ഈ ക്രിമിനൽസ് ഒക്കെ, അവർക്കിടയിൽ ഒരു സീക്രട്ട് ലാംഗ്വേജ് ഉണ്ടായിരിക്കും, അവർക്ക് മാത്രം മനസ്സിലാകുന്ന അത്തരത്തിലുള്ള ലാംഗ്വേജിനെ നമ്മൾ ആർഗ്രേറ്റ് എന്നാണ് പറയുന്നത്. ഫോർമൽ ലാംഗ്വേജ് ആണെങ്കിൽ അതിനെ നമ്മൾ രജിസ്റ്റർ എന്നാണ് പറയുന്നത്. ഇപ്പൊ ടെക്നിക്കൽ ലാംഗ്വേജ് ഉണ്ട്, അതൊന്നും വേറെ തന്നെയാണ്. ടെക്നിക്കൽ ലാംഗ്വേജ് അത് വേറെയാണ് കേട്ടോ. എ വെറൈറ്റി ഓഫ് ലാംഗ്വേജ് യൂസ്ഡ് ഫോർ സ്പെസിഫിക് പർപ്പസ് ഓർ ഇൻ എ സ്പെസിഫിക് സോഷ്യൽ സെറ്റിംഗ്, അത് രജിസ്റ്ററാണ്. അതെന്തല്ല, അത് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഒരു സീക്രട്ട് ലാംഗ്വേജ് അല്ല. സീക്രട്ട് ലാംഗ്വേജ് ആകുമ്പോഴാണ് അത് ആർഗ്രേറ്റ് ആയി മാറുന്നത്. ആർഗ്രേറ്റ് ഒരു സീക്രട്ട് വെക്കാബുലറി ആണ്. ഏതെങ്കിലും ഒരു സ്പെസിഫിക് പ്രൊഫഷണൽ ഗ്രൂപ്പ് അല്ലെങ്കിൽ സബ് കൾച്ചർ, ക്രിമിനൽ സിൻഡിക്കേറ്റ് ഒക്കെ യൂസ് ചെയ്യുന്നതാണ് ആർഗ്രേറ്റ് എന്ന് മനസ്സിലാക്കുക. ക്ലിയർ? സോ ഡിയേഴ്സ്, ലിംഗ്വിസ്റ്റിക്സ് ആയിട്ട് ബന്ധപ്പെട്ട ഒട്ടനവധി ചോദ്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്തു. അതുമായിട്ട് ബന്ധപ്പെട്ട അനുബന്ധ വിവരങ്ങളും ഡിസ്കസ് ചെയ്തു. ഈ ഒരു ക്ലാസ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ട് എന്ന് കരുതുന്നു. അപ്പൊ ഇനി വരുന്ന ദിവസങ്ങളിൽ നന്നായിട്ട് പഠിക്കുക. ഉയർന്ന റാങ്കോടുകൂടി എല്ലാവർക്കും വിജയത്തിലേക്ക് എത്താൻ കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ നിർത്തുകയാണ്. വിഷ് യു ഗുഡ് ലക്ക് ആൻഡ് ഗുഡ് ബൈ.